ഇപ്പൊ ഒരാളുടെ വയസ്സ് പെർസെന്റേജ് ഓഫ് എ പേഴ്സൺ പെർസെന്റ് ഏജ് നമുക്ക് തന്നേക്കാണ് PA, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ച് 10 കൊല്ലാണ്, 10 വയസ്സാണ് ഒരാളുടെ ഇപ്പോഴത്തെ പെർസെന്റേജ്. ഇനിയാണെങ്കിൽ ഏജ് ഓഫ് ദി പേഴ്സൺ ആഫ്റ്റർ n years എത്രയോ ഒരാളുടെ വയസ്സ്, അല്ലെങ്കിൽ ആഫ്റ്റർ 5 years. 10 വയസ്സുള്ള ആളുടെ വെച്ച് പറയുകയാണെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞ അയാളുടെ വയസ്സ് എത്രയോ? ഇപ്പോഴത്തെ വയസ്സ് 10, 5 വർഷം കഴിഞ്ഞാ 15. 15 വയസ്സാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? പ്രസന്റ് ഏജിന്റെ കൂടെ എത്ര കൊല്ലം ശേഷമുള്ളതാണ് വേണ്ടത് അത് കൂട്ടി. അപ്പൊ P+N എന്നുള്ളതാണ്. നമ്മൾ വേരിയബിൾ വെച്ച് എഴുതാണെങ്കിൽ എപ്പോഴും നമുക്ക് ഇങ്ങനെ നമ്പർ അസ്യൂം ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് പകരം നമ്മൾ വേരിയബിൾ എഴുതി പോണേ. അപ്പൊ പെർസെന്റേജ് ഓഫ് എ പേഴ്സൺ PA ആണെങ്കിൽ N years ആഫ്റ്റർ ആളുടെ ഏജ് P+N years. ഈ ആഫ്റ്ററിന് പകരം അവർ കുറെ ടേംസ് യൂസ് ചെയ്യും. ഒന്ന് 5 years hence, അല്ലെങ്കിൽ 5 years from now. അങ്ങനെ പല ടേംസ് ആഫ്റ്ററിന് പകരം യൂസ് ചെയ്ത് കാണാറുണ്ട്. സിൻസ്, ആഫ്റ്റർ 5 years, അങ്ങനെ പല ടേംസ് നമുക്ക് ഈ ആഫ്റ്ററിന് പകരം യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്തത് ഏജ് ഓഫ് ദി പേഴ്സൺ ബിഫോർ N years. ഒരാളുടെ ഇപ്പോഴത്തെ വയസ്സ് P ആണ്. N years മുമ്പ് അയാളുടെ വയസ്സ് എത്രയായിരിക്കും? ബിഫോർ N years. അപ്പൊ ഒരാളുടെ വയസ്സ് P-N ആയിരിക്കും. അപ്പൊ 10 വയസ്സ് വെച്ച് പറയുകയാണെങ്കിൽ 10 വയസ്സാണ് പ്രസന്റ് ചെയ്യാറെന്ന് വെച്ചാൽ 5 വർഷം മുമ്പ് 5 കൊല്ലം. അല്ലെങ്കിൽ ബിഫോറിന് പകരം 5 years എഗോ, N years എഗോ യൂസ് ചെയ്യാറുണ്ട്. ഇത്രയൊക്കെയാണ് സാധാരണ യൂസ് ചെയ്യുന്ന ടേംസ്. പിന്നെ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ വരുമ്പോൾ കാണാം. ഈ 3 ടേംസ് ആണ് സാധാരണ. ആഫ്റ്റർ, ഹെൻസ്, ഫ്രം നൗ, ലേറ്റർ. ഇത്രയും വാക്കുകളാണ് നമുക്ക് ആഫ്റ്ററിന് പകരം യൂസ് ചെയ്ത് കാണാറുള്ളത്, ഈ യൂസേജിൽ കാണാറുള്ളത്. 5 years എഗോ, ബിഫോറിന് ഇത് രണ്ടും തന്നെയാണ് നോർമലി കണ്ടുവരാറുള്ളത്. ഇത്ര അറിയാം. ഇനി അടുത്തത് ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പൊ രണ്ടുപേരുടെ വയസ്സ്, ഒരാളുടെ വയസ്സ് 10ഉം ഒരാളുടെ വയസ്സ് 20ഉം ആണെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞ് അവരുടെ വയസ്സുള്ള എത്രയാവും? 12ഉം 22 അല്ലേ? അല്ലാണ്ട് ഇവിടെ ഒരാൾക്ക് 2ഉം ഇവിടെ ഒരാൾക്ക് 3ഉം കൂടുമോ? ഇല്ല. ഒരു വയസ്സ് ഒരേപോലെയാണ് ചേഞ്ച് വരിക. എന്നുള്ളത് അറിയണം. അപ്പൊ രണ്ടുപേരുടെ വയസ്സ് നിങ്ങൾ തന്നിട്ട് അവരുടെ വയസ്സുള്ള ഇത്ര കൊല്ലം കഴിഞ്ഞ് അവരുടെ വയസ്സുള്ള എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കും വയസ്സ് ഒരേപോലെയാണ് ചേഞ്ച് വരിക. ഇനി വേറൊരു കാര്യം നമുക്ക് അറിയാവുന്ന തന്നെയാണ്. ഒരാൾ ജനിക്കുമ്പോൾ വേറൊരാൾക്ക് 10 വയസ്സുണ്ട്. ഒരാൾ ജനിക്കുമ്പോൾ മരിക്കുന്നിടത്തോളം അവരുടെ വയസ്സിന്റെ ഗ്യാപ്പ് എത്രയായിരിക്കും? 10 തന്നെയായിരിക്കും. ഏജ് ഡിഫറൻസ് മാറില്ല. പിന്നെ ഒരു വാക്ക് യൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. ജസ്റ്റ് ആഫ്റ്റർ ദി ബർത്ത് ഓഫ് ദി യങ്ങസ്റ്റ് ചൈൽഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ജസ്റ്റ് ആഫ്റ്റർ ദി ബർത്ത് ഓഫ് ദി യങ്ങസ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ കുട്ടി ജനിച്ചില്ലേ, കുട്ടിയുടെ വയസ്സ് എത്രയാ? 0 അല്ലേ? ജസ്റ്റ് ആഫ്റ്റർ ദി ബർത്ത് ഓഫ് ദി യങ്ങസ്റ്റ് മെമ്പർ. ഇനി ചിലപ്പോൾ കാണാറുണ്ട് ഇൻ ദി ടൈം ഓഫ് ദി ബർത്ത് ഓഫ് ദി യങ്ങസ്റ്റ് മെമ്പർ. എന്ന് പറയുമ്പോൾ കുട്ടി ജനിക്കാൻ പോവുക എന്നുള്ള കണ്ടീഷനാണ് വരുന്നത്. അപ്പോഴേക്കും കുട്ടിക്ക് വയസ്സ് 0 തന്നെയാണ്. കുട്ടിക്ക് വയസ്സില്ല, കുട്ടി ജനിച്ചിട്ട് തന്നെ ഇല്ലല്ലോ. അപ്പൊ വയസ്സിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. ഇത് ആവറേജ് ഒക്കെ കാണുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ജസ്റ്റ് ആഫ്റ്റർ ദി ബർത്ത് ഓഫ് ദി യങ്ങസ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ തല എണ്ണണം, ഹെഡ് കൗണ്ട് ചെയ്യണം. ഇൻ ദി ടൈം ഓഫ് ദി ബർത്ത് ഓഫ് ദി യങ്ങസ്റ്റ് ചൈൽഡ് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ ഹെഡ് അല്ലെങ്കിൽ കൗണ്ട് ചെയ്യുമ്പോൾ കുട്ടിയുടെ എണ്ണം കൗണ്ട് ചെയ്യാൻ പാടില്ല, ആവറേജ് ഒക്കെ കാണുമ്പോൾ. ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടി വരും. ചില കേസിൽ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവസാനം ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ ടെസ്റ്റ് വരുത്തിക്കാറുണ്ട്. ജസ്റ്റ് ആഫ്റ്റർ ദി ബർത്ത് ഓഫ് ദി യങ്ങസ്റ്റ് ചൈൽഡ്. അതുപോലെ തന്നെ
just after the birth of youngest child. എന്ന് പറയുമ്പോൾ യങ്ങസ്റ്റ് ചൈൽഡിന് ജനിച്ചിട്ടുണ്ട്, വയസ്സില്ല, വയസ്സ് 0. ഇനി ഇൻ ദി ടൈം ഓഫ് ദി ബർത്ത് ഓഫ് ദി യങ്ങസ്റ്റ് ചൈൽഡ്, ബർത്ത് ഓഫ് ദി യങ്ങസ്റ്റ് ചൈൽഡ് എന്ന് പറയുമ്പോൾ യങ്ങസ്റ്റ് ചൈൽഡ് ജനിച്ചിട്ടുമില്ല, അപ്പൊ ആളുടെ ഹെഡും കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ആവറേജ് ഒക്കെ കാണുമ്പോൾ, ആവറേജ് കാണുമ്പോഴാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ ട്വിസ്റ്റ് അവർ വരുത്തിക്കാറുള്ളത്. തെറ്റാൻ സാധ്യത കൂടുതലാണ്, അതൊന്ന് ശ്രദ്ധിച്ചോളാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് ആവറേജ് ചെയ്യുമ്പോൾ അറിയേണ്ടത്. പിന്നെ റേഷ്യോ, നമുക്കൊരു ബേസിക് കോൺസെപ്റ്റ് റേഷ്യോയുടെ അറിയാമെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ഒന്നേജ് ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് പതുക്കെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്ക്രീനിലുണ്ട്. സച്ചിൻ ഈസ് യങ്ങർ ദാൻ രാഹുൽ by 4 years. If their ages are in the respective ratio of 7:9, how old is Sachin? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റേഷ്യോന്റെ ഡയറക്റ്റ് അപ്ലിക്കേഷൻ. ഒന്ന് ചെയ്തേ. റേഷ്യോ എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതല്ലേ? റേഷ്യോ അറിയുന്ന ആർക്കും ചെയ്യാം. പറഞ്ഞോ. അപ്പൊ അവരുടെ വയസ്സുകള് 7x-ഉം 9x-ഉം ആണ്. റേഷ്യോ എന്ന് പറയുമ്പോൾ കോമൺ മൾട്ടിപ്പിൾ നമുക്ക് x എടുക്കാം. അപ്പൊ സച്ചിന്റെയും, ഇത് സച്ചിന്റെ വയസ്സാണെങ്കിൽ 7x, രാഹുലിന്റെ വയസ്സ് എത്രയാവും? 9x ആവും. ഇവരുടെ ഡിഫറൻസ് യങ്ങർ ദാൻ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഡിഫറൻസ് അല്ലേ. ഇപ്പൊ 2x നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാ? 4. അപ്പൊ അതൊന്ന് x കിട്ടി, എത്രയാ? 2 ആണ്. x 2 ആണെങ്കിൽ നമുക്ക് വേണ്ടത് സച്ചിന്റെ വയസ്സാണ്. അപ്പൊ 7x, 7 × 2 എത്രയാ? 14 ആണ് സച്ചിന്റെ വയസ്സ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി, none of these. രാഹുലിന്റെ വയസ്സ് ചോദിച്ചാൽ 18 വയസ്സായിരിക്കും വരിക. ക്ലിയർ അല്ലേ? ഇത് ഡയറക്റ്റ് നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ദാറ്റ് തന്നിട്ടുണ്ട്. ശരിക്കും ഇത് നോക്കുമ്പോൾ തന്നെ നമ്മൾ എടുക്കണം. റേഷ്യോ എന്ന് പറയുമ്പോൾ x ഒന്നും എടുക്കണമെന്നില്ല. 7:9, 2 എന്ന് പറയുന്നത് 4, കണ്ടുപിടിക്കേണ്ടത് 7. 2 4 ആണെങ്കിൽ 1 4/2, 2. 7 എന്ന് പറഞ്ഞാൽ 7 × 2 14. ഇങ്ങനെ ചെയ്യാൻ പഠിക്കണം. x ഒക്കെ കണ്ടുപിടിച്ചിട്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, ചെയ്യണത് ഒന്ന് തന്നെയാണ്. രണ്ടും എഫക്റ്റീവ്ലി ചെയ്തത് സെയിം തന്നെയാണ്. സംഭവം ക്ലിയർ അല്ലേ? ഇതെല്ലാവർക്കും അറിയുന്നതല്ലേ? ബേസ് ആണ് റേഷ്യോയുടെ. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio between percentages of P and Q is 6:7. If Q is 4 years older than P, what will be the ratio of ages of P and Q after 4 years? അപ്പോൾ ഇത് നോർമലി ചെയ്യുക, ഈ പറഞ്ഞ പോലെ തന്നെയാണ്. റേഷ്യോ ബിറ്റ്വീൻ P and Q തന്നിട്ടുണ്ട്. അപ്പൊ 6x-ഉം 7x ആണ് അവരുടെ ഏജസ്. പിയുടെ ക്യൂവിന്റെ. Q is 4 years older than P. അപ്പൊ x കിട്ടി. ഈ ഡിഫറൻസ് 7x - 6x, x തന്നിട്ടുണ്ട്, എത്രയാ? 4. ഇനി വാട്ട് വിൽ ബി ദി റേഷ്യോ ഓഫ് ദി ഏജസ് ഓഫ് P and Q ആഫ്റ്റർ 4 years? ഓക്കെ, അപ്പോ ഇത് നോക്കുമ്പോ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാവണം. x 4 ആണെങ്കിൽ രണ്ടുപേർക്കും 4 കൊല്ലം കഴിഞ്ഞാൽ x വയസ്സല്ലേ കൂടുക, 4 വയസ്സല്ലേ കൂടുക. റേഷ്യോ എത്രയാവും? 7x-ഉം 8x-ഉം 7:8 ആയിരിക്കും റേഷ്യോ വരെ. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടി, ആഫ്റ്റർ 4 years 7:8 ആണ് അവരുടെ റേഷ്യോ വരെ. നൺ ഓഫ് ദിസ് ആണ് ആൻസർ. ഇത് ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് വരികയാണെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചോളൂ. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? x4 വന്നതിനൊന്ന് പറയോ? x4. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് Q ഈസ് ഓൾഡർ ദാൻ, ഇഫ് Q ഈസ് 4 years older than P എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ Qന്റെ വയസ്സ് 7x-ഉം Qന്റെ വയസ്സ് 6x ആണെങ്കിൽ ഡിഫറൻസ് എത്രയാ? അവരുടെ വയസ്സിന്റെ ഗ്യാപ്പ് x അല്ലേ?
അതാണ് ഈ എക്സ്. അത് 4 തന്നിട്ട് 4 വയസ്സാണ് മൂത്തത്. രണ്ടുപേരും വ്യത്യാസം, വയസ്സിന്റെ വ്യത്യാസം 4 വയസ്സാണ് തന്നിട്ട് ഇത് കഴിഞ്ഞ ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ പറയാം. തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ, ഞാൻ പിന്നാലെ ചെയ്യാം. റേഷ്യോ ബിറ്റ്വീൻ present ages of P and Q is 5:7 respectively. If the difference between Q's percentage and P's age after 6 years is 2, what is the total of P's and Q's percentage? ഇവിടെ രണ്ടാമത് പറഞ്ഞുള്ള സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ Q's percentage and P's age after 6 years is 2. Qന്റെ പെർസെന്റേജ് ഇവിടെ പിയുടെയും ക്യൂടെയും റേഷ്യോ തന്നിട്ടുണ്ട് 5:7 ആണ്. അപ്പൊ 5x ആണ് പിയുടെ പെർസെന്റേജ് എന്ന് എടുക്കാം, 7x ആണ് ക്യൂയുടെ പെർസെന്റേജ് എന്ന് എടുക്കാം. എന്നാൽ അവർ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ കണ്ടീഷൻ, പിയുടെ എടുത്തു, ക്യൂടെ എടുത്തു. ഡിഫറൻസ് ബിറ്റ്വീൻ ക്യൂസ് പെർസെന്റേജ് ആൻഡ് പീസ് ഏജ് ആഫ്റ്റർ 6 years ഈസ് 2. അപ്പൊ പിയുടെ പെർസെന്റേജ് 7x, പിയുടെ ഏജിന്റെ പീസ് ഏജ് ആഫ്റ്റർ 6 years ഉള്ള പിയുടെ ഏജ് ആണ് തന്നത്. അതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് തന്നത്. അപ്പൊ 7x മൈനസ് പിയുടെ പെർസെന്റേജ് എത്രയാ? 5x ആണ്. ആഫ്റ്റർ 6 years എത്രയാവും വരിക? 6 വയസ്സ് കൂടില്ലേ? 6 കൊല്ലം കഴിഞ്ഞാൽ പിക്ക് 6 വയസ്സ് കൂടില്ലേ? പെർസെന്റേജ് 5x ആണ് നമ്മൾ എടുത്തു, പിയുടെ 5x-ഉം ക്യൂയുടെ 7x എടുത്തു. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ക്യൂസ് പെർസെന്റേജ്, ക്യൂയുടെ പെർസെന്റേജ് 7x ആണ്, അതും പിയുടെ ഏജ് ആഫ്റ്റർ 6 years, പിയുടെ പെർസെന്റേജ് 5x ആണ്. 6 കൊല്ലം കഴിഞ്ഞാൽ 6 വയസ്സ് കൂടും. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട് 2 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദി ടോട്ടൽ ഓഫ് പീസ് ആൻഡ് ക്യൂസ് പെർസെന്റേജ്. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 5x + 7x 12x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. രണ്ടുപേരുടെ സമ്മല്ല കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന്ന് ആദ്യം എക്സ് ഫൈൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ 7x മൈനസ് 5x എത്രയാ? 2x. പിന്നെ -6 ഇവിടേക്ക് പോകുമ്പോ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോ +6 ആവും. 6 + 2 8 വന്നു. അപ്പൊ എക്സ് കിട്ടി 4. x4 കിട്ടിയ 12x എന്ന് പറഞ്ഞാൽ എന്താവും? 12 × 4. നമുക്ക് ആൻസർ കിട്ടിയ എത്രയാ? 48 years ആണ് അവരുടെ പെർസെന്റേജസിന്റെ എന്ത് വരിക? സമ്മ് വരിക. ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ ഈ ക്യൂന്റെ പെർസെന്റേജിന് 6 years വരില്ലേ? അത് പറഞ്ഞിട്ടില്ല അവര് പറഞ്ഞിട്ടുള്ളത് വാട്ട് ഈസ് ഇഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ക്യൂസ് പെർസെന്റേജും പിയുടെ ആഫ്റ്റർ 6 years അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് അവർ ക്വസ്റ്റ്യനിൽ അങ്ങനെ എടുത്ത് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ രണ്ട് കേസിലും ആഫ്റ്റർ 6 years ആണ് എടുക്കുക. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ക്യൂസ് പെർസെന്റേജ് ആൻഡ് പീസ് ഏജ് ആഫ്റ്റർ 6 years മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ. അതിന്റെ ഡിഫറൻസ് ആണ് 2 എന്ന് തന്നിട്ടുള്ളത്. അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ലേ? വാട്ട് ഇഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ക്യൂസ് ഏജ് ആൻഡ് പീസ് ഏജ് ആഫ്റ്റർ 6 years ഈസ് 2 എന്ന് പറയുകയാണെങ്കിൽ രണ്ടിന്റെയും എന്താ എടുക്കേണ്ടത്? ആഫ്റ്റർ 6 years ആണ് എടുക്കേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ക്യൂസ് പെർസെന്റേജ് ആൻഡ് പീസ് ഏജ് ആഫ്റ്റർ 6 years ഈസ് 2 എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് അപ്പൊ ഇങ്ങനെ തന്നെ എടുക്കേണ്ടി വരും. ക്ലിയർ അല്ലേ? വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഒരു 2 ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്ക്, പിന്നെ അത് നമുക്ക് ചെയ്യാം. 2 ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണാം. ആൻസർ ആയ പറയാം. ഫസ്റ്റിന് 15 years, ആ ശരിയാണ്. രണ്ടാമത്തിന് 35. 35 ആ ശരിയാണ്. പെട്ടെന്നൊന്ന് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. പെർസെന്റേജസ് അറ്റ് പ്രസന്റ് റേഷ്യോ ബിറ്റ്വീൻ ഏജസ് ഓഫ് അരുൺ ആൻഡ് ദീപക് തന്നിട്ട് 4:3. ആഫ്റ്റർ 6 years Arun's age will be 26 years. What is age of Deepak at present? 4x-ഉം 3x-ഉം 4x + 6 എന്ന് പറയുന്നത്
26 അപ്പൊ 4x കിട്ടി 20, x കിട്ടി 5. നമ്മളോട് ചോദിച്ചിട്ടുള്ള ദീപക് പെർസെന്റേജ് 3 into 5 ഇതല്ലേ ദീപക് തരും. ദീപകിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 3 into 5 15. ശരിയാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ പെർസെന്റേജസ് ഓഫ് x and y are in the ratio 5:6. 7 years hence the ratio will become 6:7. What is percentage in a x percentage in a x and y യുടെ ഏജസിന്റെ റേഷ്യോ തന്നിട്ട് 5:6. 5x-ഉം 6x-ഉം ആഫ്റ്റർ 7 years രണ്ടുപേർക്കും 7 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്താ റേഷ്യോ 6x-ഉം 7x. x ആണെന്ന് നമുക്ക് ഉറപ്പില്ല, പക്ഷെ നമ്മൾ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. 5 6 ആയി ഒന്നുകൂടി, 6 7 ആയി ഒന്നുകൂടി. രണ്ടിലും ഒന്നാണ് കൂടിയെന്ന് വെച്ചാൽ എക്സ് സെയിം വേരിയബിൾ തന്നെയാണ് ഇത് രണ്ടും എടുക്കണം. കാരണം രണ്ടിലും കൂടിയിട്ടുള്ളതും 7, രണ്ടിലും ഒരേപോലെ 7 വയസ്സാണ് കൂടിയിട്ടുള്ളത്. റേഷ്യോയില് വ്യത്യാസം വന്നിട്ടുള്ളതും ഒന്ന് തന്നെയാണ്. 5 6 ആയി എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടി, 6 7 ആയി എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടി. അങ്ങനെയാണെങ്കിൽ സിംഗിൾ വേരിയബിൾ ആണ്. കോമൺ മൾട്ടിപ്പിൾ ഇത് രണ്ട് കേസിലും സെയിം ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ എക്സ് കിട്ടി എത്രയെന്ന്, എത്ര വർഷമാണോ ഗ്യാപ്പ് അതാണ് എക്സ് 7 കിട്ടി. എക്സ് 7 കിട്ടി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി പെർസെന്റേജ് എക്സ് പെർസെന്റേജ് ഇൻ ഇയേഴ്സ് ആണ്. എക്സിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 5x ആണ്. 5 into 7 നമുക്ക് ഉത്തരം കിട്ടി 35. ഇങ്ങനെ ഒറ്റയടിക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നോർമൽ രീതിയിൽ ചെയ്യാം. 5x-ഉം 6x ആണ്. രണ്ടുപേർക്ക് 7 കൊല്ലം കഴിഞ്ഞാൽ റേഷ്യോ എന്താവും എന്ന് പറഞ്ഞേക്കണേ 6:7 ആവും. ഇവിടെ പിന്നെ കോമൺ മൾട്ടിപ്പിൾ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇട്ടാൽ തന്നെ വെട്ടിപ്പോവും. പിന്നെ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാലും എക്സ് കിട്ടും. എക്സ് അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് 7 തന്നെയാണ് കിട്ടുന്നത് സോൾവ് ചെയ്താൽ, അല്ലെ? 35x plus 49 equal to സർ ഫസ്റ്റ് മെത്തേഡ് ഒന്നുകൂടെ പറയോ? ഇവിടെ പറയാം. 36x plus 42 അവിടുന്ന് x equal to 7 കിട്ടി. ഇത് അപ്ലൈ ചെയ്ത് ഫസ്റ്റ് മെത്തേഡ് നമ്മൾ റേഷ്യോ 5:6 അല്ല ആദ്യത്തെ റേഷ്യോ. രണ്ടാമത്തെ റേഷ്യോ 6:7. ഇതിന്റെ ശരിക്കും റേഷ്യോ എന്ന് പറയുമ്പോൾ ഇതിന്റെ കൂടെ ഒരു കോമൺ മൾട്ടിപ്പിൾ ഉണ്ടാവും. അതിപ്പോ നമുക്ക് എന്താണെന്ന് വേണമെങ്കിൽ എടുക്കാം. എന്താ നമുക്ക് അറിയില്ല. ഞാനിവിടെ എക്സ് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ റേഷ്യോ 6, അവരുടെ വയസ്സുകൾ ആദ്യം ഉണ്ടായിരുന്നത് 6x-ഉം 5x-ഉം ആണെന്ന് കിട്ടും. ഇനി ശ്രദ്ധിക്കുക, 7 വർഷം കഴിയുമ്പോൾ അവരുടെ റേഷ്യോ എന്തായെന്ന് പറഞ്ഞേക്കണേ. 7 വർഷം കഴിയുമ്പോൾ രണ്ടുപേർക്കും എത്ര വയസ്സ് വെച്ചിട്ട് കൂടുക? 7 വയസ്സ് വെച്ചിട്ടാണ് കൂടുക. അപ്പൊ അവരുടെ റേഷ്യോ എന്തായെന്ന് പറഞ്ഞേ 6:7 ആയി. അപ്പൊ ഇവിടെ നോക്കുക, രണ്ടുപേർക്കും കൂടണത് സെയിം ആണ്. 7 വർഷമാണ് അവരുടെ വയസ്സിന്റെ ഗ്യാപ്പ് വരുന്നത്, അല്ലെ? രണ്ടിലും ചേഞ്ച് ഇതിന്റെ ഡിഫറൻസ്, നമ്പേഴ്സിന്റെ ഡിഫറൻസ് ഇതിവിടെ നോക്കിയേ. ഇവിടെ ഒന്ന് തന്നെ കൂടിയേക്കണേ, ഇവിടെ ഒന്ന് തന്നെ കൂടി. അതും സെയിം ആണെങ്കിൽ ഇത് രണ്ടും സിംഗിൾ, ഇതിന്റെ ഈ രണ്ട് റേഷ്യോന്റെയും കോമൺ മൾട്ടിപ്പിൾ സെയിം ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻ കേസ് ഇത് സെയിം അല്ലെങ്കിൽ സെയിം ആവില്ല. അപ്പൊ നമ്മൾ സെയിം ആക്കേണ്ട ഒരു സ്റ്റെപ്പും കൂടി ചെയ്യേണ്ടി വരും. ഈ കേസിൽ സെയിം ആണ്. 5 6 ആയി ഒന്നുകൂടി, 6 7 ആയി ഒന്നുകൂടി. രണ്ടിലും ഒന്നുകൂടി എത്ര കൊല്ലം കൊണ്ട്? എക്സ് കൂടി. ഒന്നെന്ന് പറഞ്ഞാൽ എക്സ് കൂടി 7 കൊല്ലം കൊണ്ട്. അപ്പൊ എക്സ് 7 ഒറ്റയടിക്ക് കിട്ടി. എക്സ് 7 കിട്ടി കഴിഞ്ഞാൽ പെർസെന്റേജ് ഡയറക്റ്റ് കൊടുത്താൽ മതി. 5 into 7 35 നമുക്ക് ആൻസർ ആയി. ഇൻ കേസ് ഒരേപോലെ എല്ലാം ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്താ. അപ്പൊ അങ്ങനെ സെയിം ആക്കണ ഒരു സ്റ്റെപ്പ് കൂടും. അത് നമുക്ക് വരും, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലൊക്കെ ആയിട്ട് വരും. ഇതിപ്പോ ക്ലിയർ അല്ലേ ചെയ്തത്? വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയൊക്കെ. പ്രസന്റ് ഏജസ് ഓഫ് സമീർ ആൻഡ് ആനന്ദ് are in the ratio of 5:4 respectively. 3 years hence, the ratio of their ages will become 11:9 respectively. What is Anand's percentage in age? Normal approach 5x 4x ആയിരുന്നു അവരുടെ വയസ്സോടെന്ന് വിചാരിക്കുക. സമീറിന്റെ ആനന്ദിന്റെ 3 കൊല്ലം കഴിഞ്ഞാൽ രണ്ടുപേർക്ക് എത്ര വയസ്സ് വെച്ച് കൂടും? 3 വയസ്സ് വെച്ച് കൂടും. അപ്പൊ അവരുടെ റേഷ്യോ എന്തായെന്ന് പറഞ്ഞേ 11/9. 11:9. നമുക്ക് ആനന്ദിന്റെ പെർസെന്റേജ് 4x ആണ് കണ്ടുപിടിക്കുന്നത്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും 45x plus 27 equal to 44x plus 33. ഒന്ന് കിട്ടി. x equal to x-നെ ഒരു സൈഡിൽ കൊണ്ടുവരണം. 45x minus 44x. x കിട്ടി equal to 33. 27 ഇങ്ങോട്ട് പോകുമ്പോൾ -27 ആവും ഡിഫറൻസ്. x 6 കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആനന്ദിന്റെ പെർസെന്റേജ്
4x ആണ്. അപ്പൊ 4 into 6 24 ആനന്ദിന്റെ പെർസെൻറ്റേജ് ഓപ്ഷൻ എ ആണ് ആൻസർ. then ഇതിന്റെ നോർമൽ അപ്രോച്ച്. നമുക്ക് ഇതിന്റെ ഫാസ്റ്റ് അപ്രോച്ച് ഒന്ന് നോക്കി നോക്കാം. ആദ്യത്തെ റേഷ്യോ 5:4 അല്ലേ, രണ്ടാമത്തെ റേഷ്യോ 11:9. പക്ഷെ ഇവിടെ രണ്ടിലും കൂടിയിട്ടുള്ളത് സെയിം ആണ്. പക്ഷെ റേഷ്യോയിൽ ചേഞ്ച് ഒരേപോലെയാണോ വന്നേ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിലെ പോലെ? അല്ലല്ലോ. അല്ല. ഇവിടെ 6 കൂടി, ഇവിടെയാണെങ്കിൽ 5 കൂടിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് അധികം ചെയ്യാണ്ട് ആ സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ, ഈ നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുക്കും. ഈ റേഷ്യോയിലെ നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുക്കും. ഇവിടെ ഡിഫറൻസ് 1, ഇവിടെ 2 ആണ്. ഈ 2 കൊണ്ട് ഫസ്റ്റത്തെ റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 10, 8. ഒന്നാമത്തെ റേഷ്യോനെ പിന്നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും വ്യത്യാസമൊന്നും വരില്ലല്ലോ. അപ്പൊ ഇത് സിംഗിൾ വേരിയബിളിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനിക്ക് ഇവിടെ എക്സ് ഇട്ട് കഴിഞ്ഞാൽ കോമൺ മൾട്ടിപ്പിൾ സെയിം ആയിരിക്കും, ഇട്ട് കഴിഞ്ഞാലും തെറ്റില്ല. അല്ലാണ്ട് ഈസി കേസിൽ നമുക്ക് എക്സ് ഇടാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ നോക്കി നോക്കിയേ, ചേഞ്ച് 10, 11 ഒന്നുകൂടി, 8, 9 ഒന്നുകൂടി. ആ ചേഞ്ച് ഒരേപോലെ വരിക. പിന്നെ ഈ എക്സ് എന്ന് പറയുന്നത് എത്ര കൊല്ലാന്ന് എടുക്കാം? 3 കൊല്ലല്ലേ. 3 കൊല്ലം കൊണ്ടല്ലേ ആദ്യത്തെ റേഷ്യോ രണ്ടാമത്തെ റേഷ്യോ ആയിട്ടില്ല. എക്സ് 3 എടുത്തു. നമുക്ക് ആനന്ദിന്റെ വയസ്സാണ് വേണ്ട. അപ്പൊ പുതിയ റേഷ്യോയിൽ വേണ്ട, പിന്നെ അപ്ലൈ ചെയ്യാം. 8x 8 into 3 ആനന്ദിന്റെ വയസ്സ് കിട്ടി 24. ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഈ 2 കൊണ്ട് ഈ ഡിഫറൻസ് കൊണ്ട് ഈ റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്തു, ഈ ഡിഫറൻസ് കൊണ്ട് ഈ റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ പിന്നെ 1 കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്താലും വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അത് സിംഗിൾ വേരിയബിളിലേക്ക് മാറി. എന്ന് പറഞ്ഞാൽ കോമൺ മൾട്ടിപ്പിൾ എല്ലാത്തിലും സെയിം ആയി. അപ്പൊ പിന്നെ ഇനി നമുക്ക് ഒറ്റയടിക്ക് ഈ ചേഞ്ച് എക്സ് എടുക്കാം. 9x 8x 9x ആയാലും ഒന്നുകൂടി, 10x 11x ആയാലും ഒന്നുകൂടി. എക്സ് എന്ന് പറയുന്നത് 3 കൊല്ലം കൊണ്ടല്ലേ ഈ ചേഞ്ച്. പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യേണ്ടത് പഴയ റേഷ്യോയിലല്ല അപ്ലൈ ചെയ്യേണ്ടത്, പുതിയതിൽ വേണം അപ്ലൈ ചെയ്യാൻ. ക്ലിയർ അല്ലേ? സാർ 1ന്റെ അവിടെ 3 എങ്ങാനും ആയിരുന്നെങ്കിൽ നമ്മൾ 2 ഭാഗത്തും മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ഇല്ല. ഇപ്പൊ ഏത് ഇവിടെ 1ന്റെ അവിടെ 3 ആയിരുന്നു വെച്ചാൽ ഇവിടെ സെക്കൻഡ് റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇൻ കേസ് 3 തന്നെ വരണമെന്നില്ല. ഇപ്പൊ ഇവിടെ 4 ആയിരുന്നു വെച്ചാൽ നമുക്ക് ഈ ഇവിടെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. സെയിം ആക്കാന്നുള്ളതാണ് നമ്പർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5:9 11:9 ആയിരുന്നു നോക്കി. അപ്പൊ ഇവിടെ ഡിഫറൻസ് എത്ര വരണേ? 4. ഇവിടെയാണെങ്കിൽ 2. അപ്പൊ ഈ റേഷ്യോനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി, അപ്പോഴും സെയിം ആവും. ആ ഗ്യാപ്പ് സെയിം ആക്കിയാലും ഓട്ടോമാറ്റിക്കലി മറ്റേതും സെയിം വരും. ഈ കേസിൽ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരും. നമുക്ക് അങ്ങനത്തെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വേറെ വരും, നമുക്ക് നോക്കാം. 7th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. 6 years ago, the ratio of ages of Kunal and Sagar was 65. 4 years hence, the ratio of their age will be 11:10. What is Sagar age at present? ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം. ഇത്ര നേരം നമുക്ക് ഒരെണ്ണം തന്നിട്ടായിരുന്നു പെർസെൻറ്റേജ്. ഇവിടെ 6 years ago ആണ് ഒരു കേസ് തന്നിട്ടുള്ളത്, രണ്ടാമത്തെ കേസ് തന്നിട്ടുള്ളത് 4 years hence ആണ്. 6 കൊല്ലം മുമ്പുള്ള ഒരു റേഷ്യോ, 4 കൊല്ലം ശേഷമുള്ള റേഷ്യോ. ഇപ്പൊ നോർമൽ കേസിൽ ഇത് അപ്ലൈ ചെയ്യാം. എങ്ങനെയാ? 6 കൊല്ലം എക്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ, വേരിയബിൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ 6 കൊല്ലം മുമ്പത്തെ 65 അല്ല കേട്ടോ, 6:5 ആണ്. അതായത് 6:5 ആണ്. 6 years ago, the ratio of ages of Kunal and Sagar was 6:5. 4 years hence, the ratio of their ages will be 11:10. What is Sagar's age at present? എന്നുള്ളതാണ് നമുക്ക്. അപ്പൊ 6 വർഷം മുമ്പത്തെ റേഷ്യോ തന്നിട്ടുണ്ട്, 4 വർഷം ശേഷമുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. നമുക്ക് പെർസെൻറ്റേജ് ഓഫ് സാഗർ ആണ് വേണ്ടത്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 6 വർഷം മുമ്പത്തെ അവരുടെ ഏജസ് എടുത്തിട്ട് ചെയ്യാവും നല്ലത്. അപ്പൊ 6x 5x ആണ് 6 വർഷം മുമ്പത്തെ അവരുടെ വയസ്സ് കൊടുക്കുന്നത്. ഇനി ഏജ് ഗ്യാപ്പ് എടുക്കുമ്പോഴാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഏജ് ഗ്യാപ്പ് ഇപ്പൊ ഞാൻ ഒരു കാര്യം നമ്മളൊരു ഏജ് വെച്ചിട്ട് നമുക്കൊന്ന് അസ്യൂം ചെയ്ത് നോക്കാം. അപ്പൊ ഒരാളുടെ വയസ്സ് 20 വയസ്സാണ്. അപ്പൊ 6 കൊല്ലം മുമ്പ് അയാളുടെ വയസ്സ് എത്രയാവും? 6 കൊല്ലം മുമ്പ് 14.
4 കൊല്ലം കഴിഞ്ഞ അയാളുടെ വയസ്സ് എത്രയാവും? 24. 24. അപ്പൊ ശരിക്ക് 6 കൊല്ലം മുമ്പത്തെയും 4 കൊല്ലം ശേഷം അയാളുടെ വയസ്സുകളിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ? 6 കൊല്ലം മുമ്പും 4 കൊല്ലം ശേഷം തമ്മിലുള്ള അയാളുടെ വയസ്സുകളുടെ ഡിഫറൻസ് എത്ര കൊല്ല? 10 വയസ്സല്ലേ ഗ്യാപ്പ് വരും? 10 കൊല്ലല്ലേ ഗ്യാപ്പ് വരും അല്ലേ? ആ ഓക്കെ. അപ്പൊ 6x ആണ് 6 കൊല്ലം മുമ്പുള്ള വയസ്സ്, അതിൽ കൂടെ 10 കൊല്ലം കഴിഞ്ഞപ്പോ 5x ആണ് 5 കൊല്ലം മുമ്പുള്ള സാഗറിന്റെ വയസ്സ്, അതിൽ കൂടെ 10 കൊല്ലം കഴിഞ്ഞപ്പോ അവരുടെ റേഷ്യോ 11:10 ആയി. സോൾവ് ചെയ്യാം. അപ്പോ 60x പ്ലസ് 100 സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ആണ് കേട്ടോ, ഈക്വൽ ടു 55x പ്ലസ് 50 അല്ല 110. സോൾവ് ചെയ്യുമ്പോൾ 5x ഈക്വൽ ടു എക്സിന്റെ മൊത്തം ഒരു സൈഡിൽ കൊണ്ട് വന്നാൽ 60x മൈനസ് 55x 5x ഈക്വൽ ടു 110 ഉണ്ട്, മൈനസ് 100 എന്ന് പറഞ്ഞാൽ 10 കിട്ടും. എക്സ് കിട്ടി 2. എക്സ് 2 കിട്ടി കഴിഞ്ഞാൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ ഏതിൽ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 6x എന്ന് പറഞ്ഞാൽ 12 വയസ്സാണ് കുണാലിന്റെ 6 കൊല്ലം മുമ്പുള്ള വയസ്സ്. നമുക്ക് കുണാലിന്റെ അല്ലേ വേണ്ട, സാഗറിന്റെ ആണ്. അപ്പൊ ഞാൻ സാഗറിൽ ഇട്ടിട്ട് കൊടുക്കാം. 5 × 2 10 വയസ്സാണ് സാഗറിന്റെ 6 കൊല്ലം മുമ്പുള്ള വയസ്സ്. അപ്പൊ ഇപ്പോഴത്തെ വയസ്സ് കാണാൻ എന്ത് ചെയ്യേണ്ടി വരും? അതിൽ കൂടെ എത്ര കൂടേണ്ടി വരും? 6 കൊല്ലം മുമ്പ് 10 വയസ്സാണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സ് 10 + 6 കിട്ടി. സാഗറിന്റെ പെർസെന്റേജ് എത്രയാ? 16 years. ക്ലിയർ അല്ലേ? ഇത് ചെയ്തത് മനസ്സിലായിട്ടുണ്ട്. അതാണ് ഇതിന്റെ നോർമൽ അപ്രോച്ച്. ചെയ്തത് ക്ലിയർ ആണോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി ഇതിന്റെ ഫാസ്റ്റ് അപ്രോച്ച് നോക്കാം. ഇപ്പൊ ഇവിടെയാണെങ്കിലും റേഷ്യോ. അപ്പൊ ഈ ഏജ് ഗ്യാപ്പ് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഏജ് ഗ്യാപ്പ് എപ്പോഴും നമുക്ക് ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ എഴുതി നോക്കിയിട്ട് ഏജ് ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഏജ് ഗ്യാപ്പ് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിട്ടുള്ളത് 2 ലേറ്റർ ഇയേഴ്സ് ആണ്. ഹെൻസ് ഇയേഴ്സ് 5 കൊല്ലം മുമ്പ് 5 കൊല്ലം ശേഷം, 5 കൊല്ലം ആഫ്റ്റർ 7 കൊല്ലം ആഫ്റ്റർ. അവരുടെ ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 ലേറ്റർ വയസ്സുകൾ തരുമ്പോൾ നമ്മൾ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഏജ് ഗ്യാപ്പ് കിട്ടും. ആ വർഷങ്ങളുടെ ഡിഫറൻസ് കണ്ടാൽ ഏജ് ഗ്യാപ്പ് കിട്ടാം. ഇത് പറയുകയാണെങ്കിൽ ഒരാളുടെ വയസ്സ് 10 ആണ്, 5 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വയസ്സ് 15 നമുക്കറിയാം. 7 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വയസ്സ് 17 അറിയാം. ഈ 17ന്റെയും 5ന്റെയും ഡിഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഒറ്റയടിക്ക് 5 കൊല്ലം കഴിഞ്ഞാൽ 7 കൊല്ലം കഴിഞ്ഞാന്ന് പറയുമ്പോൾ 7 - 5 ചെയ്താൽ മതി. 2 ഒറ്റയടിക്ക് കിട്ടില്ലേ? അതാണ് പറയണേ 2 ലേറ്റർ വയസ്സുകളുടെ ഏജ് ഗ്യാപ്പാണ് കാണേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഡിഫറൻസ് കണ്ടാൽ മതി. ഈ 2 ബിഫോർ വയസ്സുകൾ. ഒരാളുടെ ഇപ്പോഴത്തെ വയസ്സ് 10, 5 കൊല്ലം മുമ്പ് അയാളുടെ വയസ്സ് 5 ആണ്, 3 കൊല്ലം മുമ്പ് അയാളുടെ വയസ്സ് 7 ആണ്. ഇതിന്റെ രണ്ടിനും ഡിഫറൻസ് കിട്ടണമെന്ന് വെച്ചാൽ 7 - 5 നമുക്ക് 2 കിട്ടി. ചൈനയ്ക്കിൽ നല്ലത് ഒറ്റയടിക്ക് എന്ത് ചെയ്താൽ മതി? 5 - 3 ഡിഫറൻസ് തന്നെ കണ്ടാൽ മതി. 2 ബിഫോർ വയസ്സുകളാണ് നമുക്ക്. ഇനി ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിലെ പോലെ ഒരെണ്ണം ബിഫോറും ഒരെണ്ണം ആഫ്റ്റർ അല്ലെങ്കിൽ ഹെൻസ് ഒക്കെ തരുമ്പോൾ ഗ്യാപ്പ് കിട്ടാൻ എന്ത് ചെയ്യണ്ടേ? 10 വയസ്സിന് ഒരാളുടെ 5 കൊല്ലം മുമ്പ് 5 വയസ്സ്, 5 വർഷം ശേഷം ചോദിക്കുകയാണെങ്കിൽ 15 വയസ്സ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഗ്യാപ്പ് കിട്ടാൻ 5 വർഷം മുമ്പ് 5 വർഷം ശേഷം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ ചെയ്യണ്ടേ? 2 ഗ്യാപ്പുകൾ കൂട്ടേണ്ട വരും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഏജ് ഗ്യാപ്പ് കിട്ടുക. അപ്പൊ ലേറ്റർ വരുമ്പോ മൈനസ്, ബിഫോർ വരുമ്പോ മൈനസ്, ഒരു ബിഫോറും ഒരു ആഫ്റ്ററും വരുമ്പോ എന്താ ചെയ്യണ്ടേ? രണ്ടും കൂടി എത്ര വയസ്സാണ് കൂടുതലും കുറവുള്ളത് അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏജ് ഗ്യാപ്പ് കിട്ടും. ഇപ്പൊ ഇവിടെ 6 കൊല്ലം മുമ്പും 4 കൊല്ലം ശേഷം 6 + 4 10 ഏജ് ഗ്യാപ്പ് അസ്യൂം ചെയ്തിട്ട് നമുക്ക് ഫാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റിൽ ഉത്തരം എത്തുക. ഈ 10 ഒറ്റയടിക്ക് കിട്ടി, അത് വെച്ചിട്ട് ചെയ്യാം. അപ്പൊ അത് തന്നെയാണ് നമുക്ക് ഇവിടെ റേഷ്യോ അപ്രോച്ചിൽ ആവശ്യം വരും മെയിൻ ആയിട്ട്. റേഷ്യോ അപ്രോച്ചിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. റേഷ്യോ അപ്രോച്ചിൽ
നമുക്ക് റേഷ്യോ എത്രയൊക്കെയാ 6:5 11:10. റേഷ്യോയില് ചേഞ്ച് ഒരേപോലെയാണോ? അതെ. 6:11 എന്ന് പറഞ്ഞാൽ 5 കൂടിയിട്ടില്ല, 5:10 എന്ന് പറഞ്ഞാൽ 5 കൂടിയിട്ടില്ല. അപ്പൊ 5x സിംഗിൾ വേരിയബിൾ ആണ്. 5x എത്ര കൊല്ലം കൊണ്ടാണ് ഈ റേഷ്യോക്ക്? അതിനാണ് ഈ ഗ്യാപ്പ് വേണ്ട, ഏജ് ഗ്യാപ്പ് 10. എക്സ് കിട്ടി 2, എക്സ് 2 കിട്ടി കഴിഞ്ഞാൽ നമ്മളുടെ ആരുടെ വയസ്സ കണ്ടുപിടിക്കേണ്ടത്? സാഗറിന്റെയാണ്. ഏതിൽ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. സാഗറിന്റെ 5x കൊടുക്കുകയാണെങ്കിൽ 5 × 2 10 years ആണ് സാഗറിന്റെ. 6 കൊല്ലം മുമ്പ്. ഇത് 6 കൊല്ലം മുമ്പത്തെ റേഷ്യോ ആണ് കേട്ടോ. റേഷ്യോ ഒന്നും വ്യത്യാസമില്ല. ഇത് 4 കൊല്ലം ശേഷമുള്ളതാണ്. അപ്പൊ 10 വയസ്സാണ് 6 കൊല്ലം മുമ്പ് സാഗറിന്. അപ്പൊ 6 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ 16 വയസ്സാവും. അല്ലെങ്കിൽ 2 × 10 20 വയസ്സാണ് സാഗറിന് 4 കൊല്ലം കഴിഞ്ഞ. അപ്പോൾ പ്രസന്റ് വയസ്സ് എന്ന് പറഞ്ഞാൽ 20 - 4 ചെയ്താലും ആൻസർ കിട്ടും സാഗറിന്റെ വയസ്സ്. അപ്പൊ റേഷ്യോയില് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏജ് ഗ്യാപ്പ് കണ്ടുപിടിക്കേണ്ടത്. അതിപ്പോ ഏത് അപ്രോച്ച് ആണെങ്കിലും നമുക്ക് ഏജ് ഗ്യാപ്പ് കണ്ടുപിടിച്ച് ചെയ്യാൻ എളുപ്പം വരും. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കോംപ്ലിക്കേറ്റഡ് ആവുള്ളൂ. ഈസി ജസ്റ്റ് ഏജ് ഗ്യാപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഏജ് ഗ്യാപ്പ് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് പഠിച്ചു. 2 ലേറ്റർ ആണെങ്കിൽ മൈനസ്, 2 ഏർലിയർ ആണെങ്കിൽ മൈനസ്, ഒരു ബിഫോറും ഒരു ലേറ്ററും അല്ലെങ്കിൽ ഒരു ആഫ്റ്ററും ഒക്കെ തരികയാണെങ്കിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഏജ് ഗ്യാപ്പ് കിട്ടും. ചെയ്തത് ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യട്ടെ. മനസ്സിലായിട്ടില്ലേ? മനസ്സിലായി. ഓക്കെ, വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 8th ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ടോട്ടൽ ഏജസ് ഓഫ് ജയന്ത്, പ്രേം ആൻഡ് Saranesh is 93 years. 10 years ago, the ratio of their ages was 2:3:4. What is the present age of Saranesh? അപ്പൊ നമുക്കിവിടെ റേഷ്യോ തന്നിട്ടുള്ളത് 10 കൊല്ലം മുമ്പത്തെ. 10 കൊല്ലം മുമ്പത്തെ. നമുക്ക് അവരുടെ 3 പേരുടെയും പ്രസന്റ് വയസ്സ് തന്നിട്ട് 93 വയസ്സാണ്. 3 പേരും കൂടി. അപ്പം ഇപ്പോഴത്തെ 3 പേരുടെ വയസ്സ് 93 ആരൊക്കെ? ജയന്തിന്റെയും പ്രേമിന്റെയും സരണേഷിന്റെയും ഇപ്പോഴത്തെ പെർസെന്റേജിന്റെ സമ 93. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഒരു ലിങ്കും ചെയ്യാൻ കിട്ടിയിട്ടില്ല. നമുക്ക് തന്നിട്ടുള്ളത് 10 കൊല്ലം മുമ്പ് അവരുടെ വയസ്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അതാണ് നമുക്ക് ചെയ്യാനുള്ള ലിങ്ക്. അപ്പൊ 10 കൊല്ലം മുമ്പുള്ള റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ 10 കൊല്ലം മുമ്പത്തെ അവരുടെ വയസ്സുകൾ ടോട്ടൽ സമ്മ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 10 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാൽ 3 പേർക്കും 10 വയസ്സ് വെച്ച് കുറയില്ലേ? അപ്പൊ അവരുടെ ടോട്ടൽ സമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാവും? 3 × 10 30 വയസ്സ് കുറവുണ്ടാവും. അപ്പൊ 63 വയസ്സാണ്. അപ്പൊ 10 കൊല്ലം മുമ്പ് അവരുടെ വയസ്സിന്റെ സം തുക വരെ. അപ്പൊ അവരുടെ റേഷ്യോ തന്നിട്ടുണ്ട് 10 കൊല്ലം മുമ്പത്തെ. 2x, 3x, 4x. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം 9x നമുക്ക് തന്നിട്ടുണ്ട് 53. 11x കിട്ടി 7. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെർസെന്റേജ് ഓഫ് സരണേ. 3ാമത്തെ ആളാണ് സരണേ. 4x ആണ് കണ്ടുപിടിക്കുന്നത്. 4 × 7 നമുക്ക് കിട്ടി. സരണേഷിന്റെ വയസ്സ് 28. ഇത് ഓപ്ഷനിൽ തെറ്റി വന്നതാണ്. 28 കേട്ടോ. അപ്പൊ ഇതിലെ ആൻസർ 28 അല്ലേ കിട്ടിയത്? നിങ്ങൾ ചെയ്തപ്പോ എന്താ കിട്ടിയ ആൻസർ? 28 ആണ്. ചെയ്തത് മനസ്സിലായിട്ടില്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലായിട്ടുണ്ട്. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio of percentages of 2 brothers is 1:2. And 5 years back, the ratio was 1:3. What will be the ratio of their ages after 5 years? അപ്പൊ ഫാസ്റ്റ് അപ്രോച്ച് പറയട്ടെ ഞാൻ ആദ്യം. റേഷ്യോ ഓഫ് പെർസെന്റേജസ് ഓഫ് 2 brothers തന്നിട്ട് 1:2. ആഫ്റ്റർ 5 കൊല്ലം മുമ്പ് 5 years back. അപ്പൊ ബിഫോറിന് യൂസ് ചെയ്യുന്ന അടുത്ത ടൈം കണ്ടുട്ടാ. 5 years back. 5 കൊല്ലം മുമ്പ് റേഷ്യോ തന്നിട്ട് 1:3.
പക്ഷെ ഇതിൽ ചേഞ്ച് ഒരേപോലെയാണ്. 5 കൊല്ലം മുമ്പ് രണ്ടുപേർക്ക് 5 വയസ്സല്ലേ കുറവ് വേണ്ട, ഒരേപോലെ അല്ല, ഒരേപോലെ ആക്കണം. നമുക്ക് ചെയ്യേണ്ട സ്റ്റെപ്പ് അറിയാൻ ഡിഫറൻസ് എടുത്തു, ഇത് ഗുണിച്ചു 2 4, ഇവിടെ ഒന്നുകൊണ്ട് ഗുണിക്കുമ്പോൾ 1. ഇപ്പൊ ചേഞ്ച് ഒരേപോലെ. ഇനിയിപ്പോ എക്സ് നിട്ടാലും തെറ്റില്ല. എക്സ് ഈക്വൽ ടു നമുക്കറിയാം 5. ഇനി വാട്ട് വിൽ ബി ദി റേഷ്യോ ഓഫ് ദെയർ ഏജസ് ആഫ്റ്റർ 5 ഇയേഴ്സ് എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ വയസ്സോട് കണ്ടുപിടിക്കാം. അപ്പൊ 10ഉം 5 × 2 5 × 4 20ആണ് അവരുടെ പ്രസന്റ് ഏജസ്. 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വയസ്സോൾക്ക് 5 വയസ്സ് കൂടും. അപ്പൊ 15ഉം 25 ആവും. അപ്പൊ അതിന്റെ റേഷ്യോ എന്താ? 3:5. ഇത് ക്ലിയർ അല്ല? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതാണ് അതിന്റെ ഫാസ്റ്റ് അപ്രോച്ച് വരെ. നോർമലി ഇത് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടവര്. എക്സും 2x രണ്ടും 5 കുറച്ച് കഴിഞ്ഞാൽ റേഷ്യോ എന്താവും? 1/3. അപ്പൊ ഒന്ന് എക്സ് ഫൈൻഡ് ചെയ്യേണ്ടത് ആദ്യം. 3x - 5 15 = 2x - 5. x = നമുക്ക് കിട്ടി ഇട്ട് വരുമ്പോൾ +15 ആവും, 2 കിട്ടും. എക്സ് 2 കിട്ടി കഴിഞ്ഞാൽ 10ഉം 20ആണ് അവരുടെ വയസ്സോട് കിട്ടി. 5 കൊല്ലം കഴിഞ്ഞ അവരുടെ വയസ്സോട് 15 25ഉം റേഷ്യോ ആക്കുമ്പോൾ 3:5. ഇത് ശരിക്കും എക്സ് ഇടണമെന്നില്ല കേട്ടോ. ഞാൻ അത് നോക്കിയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം റേഷ്യോ അപ്രോച്ചില്. ഈ കേസിൽ ഇതാണ് ഇതിന്റെ നോർമൽ അപ്രോച്ച്. രണ്ട് ചെയ്താലും വലിയ സമയമൊന്നും എടുക്കില്ല. ചെയ്തത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പതുക്കെ പോയാൽ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ അപ്പം തന്നെ ചോദിച്ചോളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പ്രോബ്ലം സോൺ ഏജ് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല, ഈ ടോപ്പിക്കാണ്. എന്തായാലും വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടുന്ന ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിജു ഈസ് 40 years old and Ronnie is 60 years old. How many years ago was the ratio of their ages 3:5? ഇപ്പോഴത്തെ അവരുടെ വയസ്സോട് തന്നിട്ടുണ്ട്. ഇതിന്ന് എത്ര കൊല്ലം കുറച്ചവരാണ്? രണ്ടുപേർക്കും വയസ്സ് ഒരേപോലെ അല്ലേ കുറയ്ക്കുക. അവരുടെ റേഷ്യോ എന്താവണം? എഗോ ആണ് ചോദിച്ചിട്ടില്ല കേട്ടോ, അത് കാരണം കുറച്ചത് 3:5 ആവണം. സോൾവ് ചെയ്ത് കഴിഞ്ഞ ആൻസർ ആയി 200 - 5x = 180 - 3x. നമുക്ക് കിട്ടി 2x = 20, x = കിട്ടി 3. ഇപ്പോഴത്തെ വയസ്സോട് തന്നിട്ടുണ്ട്. എത്ര കൊല്ലം മുമ്പായിരുന്നു അവരുടെ റേഷ്യോ 3:5 എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ 60 വയസ്സിന് എത്ര കൊല്ലം കുറച്ചു? 40 വയസ്സിന് എത്ര കൊല്ലം കുറച്ചു കഴിഞ്ഞാൽ റേഷ്യോ കിട്ടുന്നത് അവർ തന്നിട്ടുണ്ട്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. ചെയ്തത് ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ ആണ്. വീണ്ടും പതുക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യട്ടെ. വീട് കൂടുതലുണ്ടാ? ചെയ്യാൻ പറ്റുന്നില്ലേ? വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ റേഷ്യോ ഓഫ് ദി ഫാദേഴ്സ് ഏജ് ടു ഹിസ് സൺസ് ഏജ് ഈസ് 7:3. 7:2 ആണ് കേട്ടോ. 7:3. ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ഏജസ് ഈസ് 7:56. The ratio of their ages after 6 years will. അപ്പോൾ ഫാദറിന്റെ സണിന്റെ ഏജിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് 7x ഉം 3x. റേഷ്യോ 7:3 ആണ്. 7x ഉം 3x. അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണിച്ചു കഴിഞ്ഞാൽ രണ്ടും ഗുണിച്ചു കഴിഞ്ഞാൽ എത്രയാവും? 21x². അത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 756. എക്സ് കണ്ടുപിടിക്കാമല്ലോ. 21x² 756 ആണെങ്കിൽ x² ആദ്യം കണ്ടുപിടിക്കാം. ഇത് പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാൻ അറിയണില്ലെങ്കിൽ ഈ 21 ഞങ്ങളുടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 7 × 3 × x² = 756. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 0 8. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 6. ഏതിന്റെ സ്ക്വയർ? 36. എക്സ് കിട്ടി 6. അപ്പൊ വയസ്സോള് കിട്ടി 7x ഉം 3x ആണെങ്കിൽ 42 അല്ല 42. 7 × 6 42, 6 × 3 18 അവരുടെ വയസ്സുകൾ എന്ന് കിട്ടി. 6 കൊല്ലം കഴിഞ്ഞ അവരുടെ വയസ്സുകളുടെ റേഷ്യോ ആണ് വേണ്ടത്. 6 കൊല്ലം കഴിഞ്ഞാൽ 48, ഇവിടെ 24 ആവും വയസ്സുകൾ. അതിന്റെ റേഷ്യോ എത്ര കിട്ടുക? 7x ഉം 3x ആണ് വയസ്സുകൾ. ഇത് ക്ലിയർ അല്ല? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും.
ഇപ്പൊ രണ്ടുപേരുടെ ഫാദറിന്റെയും സണ്ണിന്റെയും വയസ്സുകൾ റേഷ്യോ തന്നിട്ട് 7:3. അപ്പൊ 7x 3x എന്ന് എടുത്തു. അവരുടെ വയസ്സിന്റെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഗുണിച്ചു കഴിഞ്ഞാൽ എത്രയാ? 756. 7x 3x ഗുണിച്ചാൽ എത്രയാ? 21x². 756 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന് x² ഫൈൻഡ് ചെയ്തു. 6 കിട്ടി. x 6 കിട്ടി കഴിഞ്ഞാൽ 7x 42 3x 18 ആണ് കിട്ടിയ അവരുടെ വയസ്സുകൾ പെർസെന്റേജസ്. ആഫ്റ്റർ 6 years അവരുടെ റേഷ്യോ വേണ്ടത്. 6 കൊല്ലം കഴിഞ്ഞ് രണ്ടുപേർക്ക് 6 വയസ്സ് കൂടും. അപ്പൊ 48 24 അവരുടെ വയസ്സുകൾ. വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ റേഷ്യോ 24ന്റെ ഇരട്ടിയാണ് 48 എന്നൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. റേഷ്യോ കിട്ടി 2:1. ക്ലിയർ അല്ലേ? യെസ് സർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Present ages of 3 persons are in the proportion 4:7:9. 8 years ago, the sum of their ages was 56. Find their present age. അപ്പോൾ പ്രസന്റ് ഏജിന്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. 7x 4x 9x. പ്രൊപ്പോർഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പ്ലസ് ചെയ്തിട്ട് കാര്യമില്ല. സമ്മ് തന്നിട്ടുള്ളത് അപ്പോഴത്തെ അല്ല. സമ്മ് തന്നിട്ടുള്ളത് എപ്പോഴേ? 8 years ago. 8 കൊല്ലം മുമ്പുള്ള അവരേജിന്റെ സമ്മാണ് നമുക്ക് 56 തന്നിട്ടുള്ളത്. അപ്പൊ അവരുടെ ഇപ്പോഴത്തെ ഏജുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാവും കിട്ടുക? അതിന് എത്ര കുറച്ചാവും? 3 പേർക്ക് എത്ര വയസ്സ് കുറയും? 8 കൊല്ലം മുമ്പ് 8 വയസ്സ് വെച്ചിട്ട് കുറയും. 24 കുറയും. അങ്ങനെ കുറഞ്ഞിട്ടുള്ളതാണ് 56 വയസ്സ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് കണ്ടുപിടിക്കാം. 20x ഈക്വൽ ടു 56 പ്ലസ് 24 കൂട്ടിക്കഴിഞ്ഞാൽ 60ഉം 20ഉം 80 എന്ന് കിട്ടി. എക്സ് കിട്ടി 4. നമുക്ക് അവരുടെ പ്രസന്റ് വയസ്സുകളാണ് കിട്ടേണ്ടത്. പ്രസന്റ് വയസ്സുകളുടെ റേഷ്യോ ആണ് നമുക്ക് അവൈലബിൾ. 4x 7x 9x ആണ് പ്രസന്റ് വയസ്സുകൾ. എക്സ് കിട്ടിയിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്രയായി? അപ്പൊ 16 28 36 അവരുടെ പെർസെന്റേജസ് എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ 3×8 ചെയ്യാൻ കാരണം എന്താ? 3 പേരുണ്ട്. 8 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കല്ല 8 വയസ്സ് കുറയുക, 3 പേർക്ക് 8 വയസ്സ് വെച്ച് കുറയും. അപ്പൊ അവരുടെ സമ്മില് അത്രയും ഡിഫറൻസ് ഉണ്ടായിരിക്കും. പെർസെന്റേജിന്റെ 3 പേർക്ക് 8 വയസ്സ് വെച്ച് കുറഞ്ഞിട്ടുള്ള വയസ്സാണ് നമുക്ക് അപ്പോഴത്തെ ഏജിന്റെ സമ്മാണ് തന്നിട്ടുള്ള 56. അതിലേക്ക് വേണം ലിങ്ക് ചെയ്യാൻ. ഇതിട്ടുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ് സർ. Clear ആണ്. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio of ages of a man and his wife is 4:3. After 4 years, the ratio will be 9:7. At the time of marriage, the ratio was 5:3. And how many years ago were they married? ഇവിടെ 3 റേഷ്യോ തന്നിട്ടുണ്ട്. ആദ്യത്തെ 2 റേഷ്യോ വെച്ചിട്ട് നമുക്ക് അവരുടെ വയസ്സോട് കണ്ടുപിടിക്കാം. എന്നിട്ട് 5:3 ആക്കിയാൽ മതി. 4x 3x ആണ് അവരുടെ വയസ്സോട്. ആഫ്റ്റർ 4 years 4 കൊല്ലം കഴിഞ്ഞ അവരുടെ വയസ്സ് എത്രയോ? 9/7. ഇതൊന്നും നമുക്ക് എക്സ് ഫൈൻഡ് ചെയ്യാം. എങ്ങനെ കിട്ടുക? 28x പ്ലസ് 28 27x പ്ലസ് 36. എക്സ് ഈക്വൽ ടു നമുക്ക് കിട്ടി 36 മൈനസ് 28 8 എന്ന് കിട്ടി. എക്സ് 8 കിട്ടി കഴിഞ്ഞാൽ ഒരു വയസ്സോട് കിട്ടി. 8 × 4 32, 3 × 8 24 അവരുടെ വയസ്സോട്. 32 എത്രയോ വയസ്സ് കുറച്ച് കഴിഞ്ഞാൽ 24 എത്രയോ വയസ്സ് കുറച്ച് കഴിഞ്ഞാൽ അവര് കല്യാണം കഴിക്കുമ്പോഴുള്ള വയസ്സ് കിട്ടും. അതിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് 5:6. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ആൻസർ. ഈ എക്സും വ്യത്യാസമുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോളാം. അല്ലെങ്കിൽ ഇനി സെയിം വേരിയബിൾ വേണ്ടെങ്കിൽ നിങ്ങൾ വൈന്ന് എടുത്തോ, പ്രശ്നം വേണ്ട. അപ്പോൾ 32 × 3 96 മൈനസ് 3y ഈക്വൽ ടു 120 മൈനസ് 5. ഒന്ന് കിട്ടി 2y ഈക്വൽ ടു
24, y equal to 2. ഞാൻ സെയിം വേരിയബിൾ വേണ്ട എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ എക്സ് എടുത്തിട്ട് ചെയ്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സംഭവം നമ്മുടെ ബ്രെയിനിൽ ഉണ്ടായാൽ മതി. അതാണ് നമ്മൾ ഉത്തരം വരിക. ഇതൊരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആദ്യം വയസ്സുകൾ കണ്ടുപിടിച്ചു, എന്നിട്ട് എത്രയോ അവരുടെ വയസ്സിന്റെ എത്രയോ കൊല്ലം മുമ്പാണ് അവർ കല്യാണം കഴിച്ചിട്ടുള്ളത്, ആ സമയത്ത് റേഷ്യോ തന്നിട്ടുണ്ട്. അവരുടെ വയസ്സുകളിൽ നിന്ന് ആ വയസ്സ് കോമൺ ആയിട്ടുള്ള എത്ര കൊല്ലം മുമ്പത്തെ ആ കൊല്ലം കുറച്ച് കഴിഞ്ഞാൽ അവർ കല്യാണം കഴിച്ച കൊല്ലത്തിന്റെ റേഷ്യോ, കൊല്ലത്തെ റേഷ്യോ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരുടെ അപ്പോഴത്തെ വയസ്സിന്റെ റേഷ്യോ നമുക്ക് കിട്ടും. അത് വെച്ച് ലിങ്ക് ചെയ്താൽ മതി. ചെയ്തത് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ഫാസ്റ്റ് അപ്രോച്ചിൽ റേഷ്യോ അപ്രോച്ചിലും ചെയ്യാട്ടോ. ആ ഗ്യാപ്പ് വെച്ചിട്ട് 4:3 ആണ്, 9:7 ആയി. ഗ്യാപ്പ് ഒരേപോലെ അല്ല. അപ്പൊ ഇവിടെ ഡിഫറൻസ് എടുത്തു. ഇവിടെ 2 ആണ്. 2 കൂടി ഗുണിച്ചപ്പോ 8:6, 9:7. ഗ്യാപ്പ് ഒരേപോലെ ആയി. അപ്പൊ 1 പറയുന്നത് 4 കൊല്ലല്ലേ ഗ്യാപ്പ് തന്നിട്ട് ആഫ്റ്റർ 4 years. അപ്പൊ 4 × 8 32, 4 × 6 24. അവരുടെ വയസ്സോളം ഒറ്റയ്ക്ക് കിട്ടി. വയസ്സ് കിട്ടി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 32 മൈനസ് 5, പിന്നെ ഈ സ്റ്റെപ്പ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. അപ്പൊ അതിലേക്ക് പെട്ടെന്ന് എത്തി. സോൾവ് ചെയ്താൽ വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio between the school ages of Neelam and Shan is 6 years respectively. If the ratio between 1/3 age of Neelam and half of Shan's age is 5:9, what is the school age of Shan എന്നുള്ളതാണ് നമ്മുടെ കണ്ടുപിടിക്കേണ്ടത്. റേഷ്യോ ബിറ്റ്വീൻ ദി സ്കൂൾ ഏജസ് ഓഫ് നീലം ആൻഡ് ഷാൻ ഈസ് റേഷ്യോ ആണ് അല്ലേ ഇവിടെ തന്നിട്ടുള്ളത്. അത് എഴുതിയിട്ടുള്ളതിൽ ചെയ്തിട്ടുണ്ട്. റേഷ്യോ ആണ്, സമ്മല്ല. 5:6 ആണ് റേഷ്യോ തന്നിട്ടുള്ളത്. റേഷ്യോ ബിറ്റ്വീൻ ദി സ്കൂൾ ഏജസ് ഓഫ് നീലം ആൻഡ് ഷാൻ ഈസ് 5:6 respectively. The ratio between the 1/3 age of Neelam and half age of Shan is 5:9. Then what in the school age of what is the school age of Shan എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ കിട്ടിയേ പറയാം. ഇപ്പൊ ഇവിടെ നീലം ഷാൻ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേരിയബിൾസ് കൂടും. അത് സോൾവ് ചെയ്യുമ്പോൾ എന്നും എസ് വീണ്ടും റേഷ്യോ ആയിട്ട് കിടക്കുള്ളൂ. അപ്പൊ അവിടെ അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടലുണ്ടാവില്ല. അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അവരുടെ വയസ്സുകളുടെ റേഷ്യോ ഇട്ടിട്ട് വേണം സ്കൂൾ ഏജസ് എത്രയൊക്കെയാ 5x 6 5 5:6 അല്ല റേഷ്യോ പറഞ്ഞിട്ടുള്ളത്. ആ റേഷ്യോയിൽ തന്നെയാണ് അവിടെ ഡിസ്ട്രിബ്യൂഷൻ പോവുക. എന്നിട്ട് സോൾവ് ചെയ്യേണ്ടി വരും. ഈക്വൽ ടു ആണ് തന്നിട്ടുള്ളത്. സോൾവ് ചെയ്യുകയാണെങ്കിൽ 9/3 3 × 5 15x ഈക്വൽ ടു ഇവിടെ 3x × 5x. സർ ഇങ്ങനെയാണെങ്കിൽ ആൻസർ കിട്ടുമോ? എക്സ് ക്യാൻസൽ ആയി പോലെ. ക്യാൻസൽ ആയി പോലെ 3x 5x വരും. അപ്പം 15x ആവും. അപ്പോ ശരിക്കും ഇതിന്റെ ഉത്തരം വരെ ഓപ്ഷൻ ഡി ആണ്. എന്താ? cannot be determined എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരെ. കാരണം കണ്ടുപിടിക്കാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? ഇത് നിവൃത്തിയില്ലേ? കാരണം ഇത് എന്തായാലും വേരിയബിൾ ക്യാൻസൽ ആയി പോകും. വേറെ നമുക്ക് ഡാറ്റ ഒന്നും തന്നിട്ടില്ല. അല്ലാണ്ട് പിന്നെ ഇവിടെ NUS ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് NUSഉം കിട്ടില്ല. അപ്പൊ അതിന്റെ റേഷ്യോനെ കിട്ടുള്ളൂ. അപ്പോഴും നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരാളുടെ വയസ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. റേഷ്യോയിലേക്ക് തന്നെ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ വരിക ഓപ്ഷൻ ഡി കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ് റൈറ്റ് ആൻസർ. അപ്പൊ അങ്ങനെയും ഇടയ്ക്ക് വരാറുണ്ട്, ശ്രദ്ധിക്കുക. അപ്പൊ കനോട്ട് ബി ഡിറ്റർമൈൻഡ് ഒക്കെ ഓപ്ഷൻ ഉണ്ടാവുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളാം. അതും ആൻസർ വരാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും 15th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. റേഷ്യോ ബിറ്റ്വീൻ പെർസെന്റേജസ് ഓഫ് എ ആൻഡ് ബി ഈസ് 5:3 respectively.
ratio between A's age 4 years ago and B's age 4 years hence is 4:11. What is the ratio between A's age 4 years and B's age 4 years ago? ആകെ മിക്സ്ഡ് Sir, ആയിട്ടാണ് ഡാറ്റ തന്നിട്ടുള്ളത്. സെക്കൻഡ് റേഷ്യോ ഏതാ 1:1 ആണോ? 1:1. ഇവിടെ ഈ പറഞ്ഞ പോലെ വയസ്സ് ചേഞ്ച് ഒരേപോലെ അല്ല വന്നിട്ടുള്ള അവര് മിക്സ്ഡ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. പെർസെന്റേജസിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. എയും ബിയുടെയും 5x 3x എടുക്കുക, ഒരു പ്രശ്നമില്ല. A's age 4 years ago എന്ന് പറയുമ്പോൾ 5x - 4. B's age 4 years and ബിയുടെ ഏജ് ഇപ്പോഴത്തെ 3x ആണ്. 4 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ +4 ആവും. അപ്പോഴുള്ള അവരുടെ റേഷ്യോ തന്നിട്ടുള്ള 1:1. അപ്പൊ അതിന് ആദ്യം എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. 5x - 4 = 3x + 4. അതൊന്ന് കിട്ടി. 2x = 8, x = 4 കിട്ടി. അപ്പൊ അവരുടെ വയസ്സുകൾ കിട്ടി 20ഉം 12ഉം ആണ്. 5x 3x. ഇനി നമുക്ക് വേണ്ടത് റേഷ്യോ ബിറ്റ്വീൻ A's age 4 years hence. 4 കൊല്ലം കഴിഞ്ഞ എയുടെ ഏജ് എത്രയോ? 20 ആണെങ്കിൽ 4 കൊല്ലം കഴിഞ്ഞ് 24. B's age 4 years ago. ഇപ്പൊ 12 വയസ്സാണ്. 4 കൊല്ലം മുമ്പ് എത്ര വയസ്സാവും? 8. റേഷ്യോ ആണ് വേണ്ട. 3:, ഓപ്ഷൻ സി ആണ് നമ്മുടെ. ക്ലിയർ അല്ലേ? ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. അപ്പൊ ഇവിടെ സ്പെഷ്യലി ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ട് റേഷ്യോ ബിറ്റ്വീൻ A's age 4 years ago and B's age 4 years and എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചോ. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16th. 10 years ago A was half of B's in age. If the ratio of their percentages is 3:4, what will be the total of their percentages? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ റേഷ്യോയിൽ തന്നെ ചെയ്യാം. ഹാഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിയുടെ 2 ആണെങ്കിൽ എയുടെ എത്രയാവും? 1 ആവില്ലേ? അപ്പോ ഏജസിന്റെ റേഷ്യോ 10 കൊല്ലം മുമ്പത്തെ 1:2 ആണ്. പെർസെന്റേജിന്റെ റേഷ്യോ 3:4 ആണ്. ചേഞ്ച് നോക്കി 1, 3, 2, 4 ഒരേപോലെയാണ്. 2x = ഈ റേഷ്യോ ഉള്ള കാരണം എത്ര കൊല്ലാണ്? 10 കൊല്ലാണ്. 10 ആണ്. എക്സ് കിട്ടി 5. അവരുടെ പ്രസന്റ് വയസ്സുകളാണ് നമുക്ക് ആദ്യം ലിങ്ക് ചെയ്യേണ്ടത്. പെർസെന്റേജസിന്റെ സമ്മാണ് വേണ്ടത്. അപ്പൊ 3x + 4x 7x എന്ന് പറഞ്ഞാൽ എത്രയോ? x 5 ആണ്. 7x 7 × 5 നമുക്ക് ആൻസർ കിട്ടി 35. ടോട്ടൽ ഓഫ് ദെയർ പെർസെന്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഓരോരുത്തരെ കണ്ടുപിടിച്ച് സമയം കളയേണ്ട ആവശ്യം ഇല്ല. A is half of B's age എന്ന് പറഞ്ഞാൽ A = half B. A/B എന്ന് പറയുമ്പോൾ അതാണ് റേഷ്യോ 1:2. എന്നിട്ട് ഇവിടെ എഴുതിയേ എയുടെയും ബിയുടെ റേഷ്യോ 10 കൊല്ലം മുമ്പത്തെ റേഷ്യോ. ഇതാണ് പ്രസന്റ് റേഷ്യോ ബിഫോർ 10 years. 10 കൊല്ലം ബിഫോർ അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പത്തെയാണ്. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ പ്രസന്റിലേക്ക് എത്തിയിട്ടാണ് പ്രസന്റിന്റെ സമ്മാണ് ചോദിച്ചേക്കണേ. പ്രസന്റിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. പിന്നെ ഇത് ഒരേപോലെയാണ് ചേഞ്ച് ചെയ്യുക. കാരണം നമുക്ക് ഒറ്റയ്ക്ക് 2x എടുക്കാൻ പറ്റി. അത് എത്ര കൊല്ലാണ് ഈ റേഷ്യോ തമ്മിലുള്ള വ്യത്യാസം? 10 കൊല്ലം. അതാണ് ഇവിടെ ഒറ്റയ്ക്ക് 2x = 10, x കിട്ടി 5. ഇതിന്റെ സമ്മാണ് ചോദിച്ചേക്കണേ. അപ്പൊ ഓരോന്ന് കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ 15 രൂപ കിട്ടും. കൂട്ടിയാലും 35 കിട്ടും. സമയം കളയണ്ട. ഒറ്റയ്ക്ക് കൂട്ടിയിട്ട് ചെയ്യാന്ന് വെച്ചാൽ അതാണ് എളുപ്പം. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഡൗട്ട് ഉണ്ടാ? സാർ ഇത് മറ്റേ 3x - 10 / 4x - 10 = 1/2 അങ്ങനെ വെച്ച് ചെയ്യാൻ പറ്റുമോ? 3x - 10 / 4x - 10 = 1/2. ഇത് ചെയ്താൽ x കിട്ടും. കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും. 6x - 20 = 4x - 10 നമുക്ക് കിട്ടി. 2x = 10 എന്ന് കിട്ടി. അപ്പോൾ x 5 കിട്ടി. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. കുഴപ്പമില്ല. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A is 2 years older than B, who is twice as old as C. If the total of the ages of A, B and C is 27, then how old is B? ആദ്യം പറഞ്ഞിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് ബീനേക്കിലും 2 വയസ്സ് മൂത്തതാണ്. ബീനേക്കിലും 2 വയസ്സ് കൂടിയതാണ്.
ഇനി അടുത്ത ബിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബി ഈസ് ട്വൈസ് ഓൾഡ് ആസ് സി. സിയുടെ ഇരട്ടി വയസ്സുള്ള ആളാണ് ബി. ഇനി അവരുടെ 3 പേരും വയസ്സിന്റെ തൂക്കിയാണ് നിന്നിട്ട് 27. അപ്പൊ ഇത് സിംഗിൾ വേരിയബിളിലേക്ക് ആക്കിയിട്ട് ചെയ്യാനാണ് എളുപ്പം. അപ്പൊ സിയുടെ ഏജ് നമ്മൾ എക്സ് എടുക്കും. എക്സ് എടുക്കുകയാണെങ്കിൽ ബിയുടെ ഏജ് എന്താവും? സിയുടെ ഏജ് സിയുടെ എക്സ്. ബിയുടെ ഏജ് അപ്പൊ അതിന്റെ ഇരട്ടിയല്ലേ ആവുക 2x. ഇനി അതിന്റെ കൂടെ ഏടും കൂടി വയസ്സ് കൂട്ടിയാലല്ലേ സമ്മ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഏടെ വയസ്സ് എന്ന് പറഞ്ഞാൽ ബിനേക്കില് 2 കൂടില്ല, 2x + 2 പിന്നെ ഏടെ വയസ്സ്. ഇത് 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വയസ്സാണ് തന്നിട്ടുണ്ട്? 27 വയസ്സ്. അപ്പൊ ഒന്ന് എക്സ് കണ്ടുപിടിച്ചൂടെ? എന്നിട്ട് 2x ആണ് കണ്ടുപിടിക്കേണ്ടത്. ബിയുടെ ഏജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കൂട്ടിക്കഴിഞ്ഞാൽ 5x + 2 = 29. 29 അല്ല 25. 27 - 2 വരും. ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ -2. 2 ഞാൻ കളയുന്നുണ്ട്. സ്റ്റെപ്പ് ഞാൻ അവിടെ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതാന്ന് വെച്ചാൽ സ്റ്റെപ്പായിട്ട് എഴുതാം. +2 27 - 2 എന്നൊക്കെ എഴുതിയിട്ട് ചെയ്യാം. 5x = 25. 27 ഈ 2 മൈനസ് ചെയ്ത് എഴുതിയിട്ട് ഈ 2 കളഞ്ഞിട്ടുണ്ട്. x = 25/5. 5 കിട്ടി. x 5 കിട്ടി കഴിഞ്ഞാൽ ബിയുടെ ഏജ് 2x ആണ്. 2 × 5. ബിയുടെ ഏജ് കിട്ടി 10 years. ക്ലിയർ അല്ലേ? യെസ് സർ. സിയുടെ ഏജ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ബിയുടെ ഏജ് 2x. എയുടെ ഏജ് എന്ന് പറഞ്ഞാൽ 2x. എയുടെ ഏജ് കൊടുത്തു, ബിയുടെ ഏജ് കൊടുത്തു, സിയുടെ ഏജ് കൊടുത്തു. 3 കൂട്ടി കഴിഞ്ഞ് 27 തന്നുണ്ട്. അതൊന്ന് എക്സ് വേണ്ടത്. നമുക്ക് അതിൽ ബിയുടെ ഏജ് ആണ് വേണ്ടത്. ബിയുടെ ഏജ് എത്ര? 2x ആണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചിലപ്പോൾ എക്സാമിന് കാണാറുണ്ട്. ശ്രദ്ധിച്ചോ. സംശയമില്ലല്ലോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യട്ടെ. ആ സർ. A man is 24 years older than his son. In 2 years, his age will be twice the age of his son. The present age of the son. ഒരാൾക്ക് മകനേക്കിലും, അപ്പൊ ഫാദറിന്റെ വയസ്സ് സണ്ണിനേക്കിലും 24 വയസ്സ് കൂടിയിട്ടാണ്. 2 കൊല്ലം കഴിഞ്ഞപ്പോ ഫാദറിന് 2 വയസ്സ് കൂടും, സണ്ണിന് 2 വയസ്സ് കൂടും, 2 വയസ്സ് കൂടും. In 2 years, his age will be twice the age of his son. അപ്പൊ 2 × സണ്ണിന്റെ അപ്പോഴത്തെ ഏജ് x + 2 ആണ്. അതിന്റെ ഇരട്ടിയാണ് ഫാദറിന്റെ അപ്പോഴത്തെ ഏജ്. പെർസെന്റേജ് ഓഫ് ദി സൺ ഈസ്, സണ്ണിന്റെ പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. പിന്നെ പകരം നമുക്ക് s + 24 കൊടുക്കാം. = +2 = 2 × 2s + 4 എന്ന് എഴുതാം. നമുക്ക് s = 2s - s ആണ്. s = ഇവിടെ 26 - 4 22. സണ്ണിന്റെ പെർസെന്റേജ് കിട്ടി 22. ഫാദറിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ സണ്ണിന്റെ ഏജ് 24 കൂടുതലാണ്. ഇൻ 2 years എന്ന് പറഞ്ഞാൽ ഫാദറിന് 2 വയസ്സ് കൂടും, സണ്ണിന് 2 വയസ്സ് കൂടും. ഫാദറിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ സണ്ണിന്റെ ഏജിന്റെ ഇരട്ടി. അപ്പൊ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൻസർ ആയി. ഫാദറിന് പകരം s + 24 എന്ന് അപ്ലൈ ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് സണ്ണിന്റെ ഏജ് കിട്ടി 22. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണ്. Into next question. 18 years ago, a father was 3 times as old as now. The father is only twice as old as son. Then the sum of the percentage of the son and the father. 18 കൊല്ലം മുമ്പ് ഫാദർ 3 times as old as his son. അപ്പൊ 18 കൊല്ലം മുമ്പത്തെ നമുക്ക് വയസ്സുകളുടെ റേഷ്യോ തന്നിട്ട് 3:1 ആണ്. രണ്ടാമത്തെ ഇപ്പൊ 18 കൊല്ലം എഗോ ആണ് കേട്ടോ, ആദ്യത്തെ ഡാറ്റ. നൗ ദി ഫാദർ ഈസ് ഓൺലി ട്വൈസ് ഓൾഡ് ആസ് സൺ. അപ്പൊ അടുത്ത റേഷ്യോ തന്നിട്ടുള്ള പ്രസന്റ് ആണ്, നൗ. അപ്പൊ പ്രസന്റേജും 18 കൊല്ലം മുമ്പുള്ള വയസ്സിന്റെ വ്യത്യാസം നമുക്കറിയാം. 18 കൊല്ലാണ്. റേഷ്യോ അപ്രോച്ച് ചെയ്യാം ഫാദറിന്റെയും സണ്ണിന്റെയും.
1:3. ഫാദർ സൺ. എന്തായാലും പ്രായം കൂടെ ഫാദറിനാണല്ലോ. ഇപ്പൊ ഫാദറിന്റെ സണ്ണിന്റെയും ഏജിന്റെ റേഷ്യോ 1:2 ട്വൈസ് ഉള്ളു. ഇതില് ഗ്യാപ്പ് ഒരേപോലെ അല്ല വന്നിട്ടില്ല. അപ്പൊ ഗ്യാപ്പ് ഒരേപോലെ ആക്കാൻ 1:3 2:4 റേഷ്യോസ് കിട്ടി ഒരേപോലെ ആക്കി. ഈ 2 കൊണ്ട് ഇവിടെ ഗുണിച്ചു 1 കൊണ്ട് ഇവിടെ ഗുണിച്ചു. ഇപ്പൊ ചേഞ്ച് ഒരേപോലെ. ഈ എക്സ് എന്ന് പറയുന്നത് ഈ ചേഞ്ച് എന്ന് പറയുന്നത് 18 കൊല്ലാണ്. ഈ എക്സ് ഇപ്പൊ കോമൺ ആയി. കോമൺ മൾട്ടിപ്പിൾ സെയിം ആയി കഴിഞ്ഞു. അല്ല ചേഞ്ച് 1 2 ആയി 3 4 ആയി എന്ന് പറഞ്ഞപ്പോൾ 1 തന്നെയാണ് കൂടിയിട്ടുള്ളത്. എക്സ് എന്ന് പറയുന്നത് 18 കിട്ടി. എക്സ് 18 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രസന്റ് ഏജസ് ഓഫ് ദി സൺ ആൻഡ് ഫാദറിന്റെ സം ആണ് വേണ്ടത്. 6x ആണ് കണ്ടുപിടിക്കേണ്ടത്. 6 × 18 ഇത് കഴിഞ്ഞ ആൻസർ ആയി. 6 × 10 60, 8 × 6 48 കൂട്ടി കഴിഞ്ഞാൽ 108 എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടും. പെർസെൻറ്റേജ് ഓഫ് സൺ ആൻഡ് ഫാദർ നമുക്ക് കിട്ടി 108 വയസ്സ്. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കേണ്ട. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരുന്നെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ വേരിയബിള് എക്സ് ഇട്ടിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഈ പറയണ രീതിയിൽ ചെയ്യാം. അപ്പൊ ആള് നേരത്തെ പറഞ്ഞ പോലെ ട്വൈസ് എന്നൊക്കെ പറയുമ്പോൾ എക്സും 2x എടുക്കാം. രണ്ടുപേരുടെയും 18 കൊല്ലം മുമ്പത്തെ അല്ലേ. 1:3 ആണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആൻസർ കിട്ടും. 20th question. A person's present age is 2/5 of the age of his mother. After 80 years, he will be 1/2 of the age of his mother. How old the mother at present? വീണ്ടും രണ്ട് റേഷ്യോ തന്നേക്കണേ. ആദ്യത്തെ റേഷ്യോ 2:5. 2/5 ഓഫ് ദി ഏജ് ഓഫ് ഹിസ് മദർ എന്ന് പറയുമ്പോൾ മദറിന് 5 ആണെങ്കിൽ സണ്ണിന് അയാൾക്ക് 2. അതാണ് അതിന്റെ റേഷ്യോ തന്നിട്ടുള്ളത്. 8 കൊല്ലം കഴിയുമ്പോൾ ഹാഫ് ഓഫ് ദി ഏജ് ഓഫ് ഹിസ് സൺ. അപ്പൊ മദർ 1:2 ആയി റേഷ്യോ. 1:2 ഹാഫ് എന്ന് പറയുമ്പോൾ 1:2 അല്ലേ, പകുതി. ഈ രണ്ട് റേഷ്യോന്റെ ചേഞ്ചിന് കാരണം നമുക്കറിയാം 8 കൊല്ലാണ്. ഒരേപോലെയാണ് ചേഞ്ച് അല്ല, ഇവിടെ 1 ഇവിടെ 3 ഒക്കെയാണ്. അപ്പൊ ഒരേപോലെ ആക്കണം. അപ്പൊ 2:5 ഇവിടെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 3:6. ഇപ്പൊ ചേഞ്ച് ഒരേപോലെ. എക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എത്രയാ? 8 കൊല്ലല്ലേ, 8 കിട്ടി. നമുക്ക് വേണ്ടത് പെർസെന്റേജ് ഓഫ് ദി മദർ ആണ്. 5x ആണ് കണ്ടുപിടിക്കേണ്ടത്. 5 × 8 40. ഇതാണ് പ്രസന്റിന്റെ റേഷ്യോ. ആഫ്റ്റർ 8 ഇയേഴ്സിന്റെ റേഷ്യോ ആയിട്ട് ശ്രദ്ധിച്ചോളൂ. പുതിയതിൽ വേണം പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. രംഗത്തിൽ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ റേഷ്യോ അപ്രോച്ചിൽ ചെയ്ത് പഠിച്ചാൽ വളരെ നല്ലതാണ്. ഇത് കുറച്ചുകൂടി ഫാസ്റ്റ് ആൻസർ കിട്ടും. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Tania's grandfather was 8 times older to her 16 years ago. He would be 3 times of her age 8 years from now. 8 years ago, what was the ratio of Tania's age to that of her grandfather? അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം ആദ്യത്തെ 2 ഡാറ്റ വെച്ചിട്ട് നമുക്ക് അവരുടെ വയസ്സുകൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനെന്താ ചെയ്യാ? റേഷ്യോസ് തന്നിട്ടുണ്ട്. 8 times older to her 16 years ago. 1:8 ആണ് അവരുടെ വയസ്സിന്റെ റേഷ്യോ. ഇനി 1:3 ആവുന്നുണ്ട്. എപ്പോ? 8 വർഷം കൂടി കഴിഞ്ഞാൽ. ഇപ്പൊ നമുക്കറിയാം ഈ 16 കൊല്ലം മുമ്പും 8 കൊല്ലം ആഫ്റ്ററും തമ്മിലുള്ള ഗ്യാപ്പ് എത്ര വയസ്സാ? 24 വയസ്സല്ലേ. ഈ റേഷ്യോ ഉള്ള റീസൺ 24 കൊല്ലാണ്. അപ്പോ ചേഞ്ച് ഒരേപോലെ അല്ല, ഒരേപോലെ ആക്കാണ്. 2 കൊണ്ട് ആദ്യത്തെ റേഷ്യോന്റെ ഗുണിച്ചാൽ 2:16. 7 കൊണ്ട് രണ്ടാമത്തെ റേഷ്യോന്റെ ഗുണിച്ചാൽ 7 × 21. ഇപ്പൊ ചേഞ്ച് ഒരേപോലെ. 5x = നമുക്ക് എത്രയും തന്നിട്ടുണ്ട്? 24 തന്നിട്ടുണ്ട്. എക്സ് കിട്ടി 24/5. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് വാസ് ദി റേഷ്യോ ഓഫ് ടാനിയാസ് ഏജ് ടു ദാറ്റ് ഓഫ് ഹെർ ഗ്രാൻഡ് ഫാദർ. എപ്പോഴത്തെ? 8 years ago. 8 കൊല്ലം മുമ്പത്തെയാണ് വേണ്ടത്. അപ്പോ ശ്രദ്ധിക്കുക,
ഇതിൽ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് അവരുടെ വയസ്സ് കൂടെ എത്തിക്കാം. ഏതിലാണ് കൊടുക്കേണ്ടത്? ആദ്യത്തേൽ ഞാൻ കൊടുക്കുകയാണെങ്കിൽ ടാനിയയുടെ ഏജ് എന്ന് പറയുമ്പോൾ 2 × 24/5. ഇതാണ് 16 കൊല്ലം മുമ്പുള്ളത് അവരുടെ വയസ്സുകൾ. ഇപ്പൊ 8 കൊല്ലം മുമ്പ്, 16 കൊല്ലം മുമ്പത്തേന്ന് 8 കൊല്ലം മുമ്പ് എന്ന് പറയുമ്പോൾ ഇത് കൂടെ എത്ര കൂട്ടേണ്ടി വരും? 8 കൂട്ടേണ്ടി വരും. ഇസ്റ്റു ഈ ഗ്രാൻഡ് ഫാദറിന്റെ വയസ്സാണെങ്കിൽ 8 × 24/5 വരെ. 8 × 24/5. ഇനി വീണ്ടും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 8 കൊല്ലം കഴിയുമ്പോൾ 16 കൊല്ലം മുമ്പത്തേന്ന് 8 കൊല്ലം കഴിയുമ്പോൾ 8 കൂട്ടിയാൽ മതി. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ റേഷ്യോ ആക്കി കഴിഞ്ഞാൽ ആൻസർ ആയി. അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ × 5 കൊടുത്തു, ഇവിടെ × 5 കൊടുത്തു. വെറുതെ × 5 കൊടുക്കാൻ പറ്റില്ല, ബൈ 5 കൊടുത്തു. അപ്പൊ ഈ റേഷ്യോയിലെ ബൈ ടേംസ് ക്യാൻസൽ ആക്കി. അപ്പൊ 48 + 40 88 = 8 × 24. അല്ലെങ്കിൽ ഇത് കോമൺ മൾട്ടിപ്പിൾ ഇതിലുണ്ടെങ്കിൽ നമുക്ക് വെട്ടി ചെറുതാക്കിയിട്ട് ചെയ്യായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ ഇത് ഗുണിച്ച് ചെയ്യുമ്പോൾ വലുതായിട്ട് വരും, പിന്നെ നമ്പേഴ്സ് ആണ് വരുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ എല്ലാണ്ടും 4 കൊണ്ട് വെട്ടാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാത്തിലും 8 ഉണ്ട്. അപ്പൊ 8 വെട്ടി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റേഷ്യോ പെട്ടെന്ന് ചെറുതായി കിട്ടും. അപ്പൊ 6 + 5 11 ഇവിടെയാണെങ്കിൽ 24 + 5 29. ഇതാണ് നമുക്ക് റേഷ്യോ കിട്ടിയപ്പോ ആൻസർ നൺ ഓഫ് ദിസ്. ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആദ്യം ടാനിയയുടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് 8 times older to her 16 years ago. 1:8. He would be 3 times of her age 8 years from now. അപ്പൊ 1:3 ആണ് രണ്ടാമത്തെ റേഷ്യോ. ഈ രണ്ട് റേഷ്യോ തമ്മിലുള്ള വ്യത്യാസം 24 കൊല്ലമാണ്. കാരണം 16 കൊല്ലം മുമ്പും 8 കൊല്ലം ശേഷം തമ്മിലുള്ള വ്യത്യാസം 24 വയസ്സാണ് നമുക്കറിയാം. അപ്പൊ ഇത് ചേഞ്ച് ഒരേപോലെയല്ല കാണണം. അപ്പൊ ഒരേപോലെ ആക്കാൻ ഡിഫറൻസ് എടുത്തു. 7ഉം 2ഉം 2 കൊണ്ട് ആദ്യത്തെ റേഷ്യോനെ ഗുണിച്ചു. അപ്പൊ 2 16. രണ്ടാമത്തെ റേഷ്യോനെ 7 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 7ഉം 21. പിന്നെ അത് സോൾവ് ചെയ്തു. അപ്പൊ 5x അതിന്റെ ചേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട് 24 അപ്പൊ x കിട്ടി 24/5. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ ആദ്യത്തെ റേഷ്യോയിലാണ് കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് 16 കൊല്ലം മുമ്പുള്ള അവരുടെ വയസ്സുകളാണ് കിട്ടുക. അതിൽ കൂടെ 8 കൂട്ടിയാൽ 8 കൊല്ലം മുമ്പുള്ള വയസ്സാവുള്ളൂ. അപ്പോ 8 കൂട്ടി പിന്നെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റേഷ്യോ കിട്ടും. ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് വയസ്സ് കണ്ടുപിടിച്ചിട്ട് ചെയ്യുള്ളൂ എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ ഇത് അവിടെ സ്റ്റക്ക് ആവാൻ സാധ്യതയുണ്ട്. ഇത് അങ്ങനെ തന്നെ ചെയ്തു പോകും. എക്സിന്റെ വാല്യൂ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് വെട്ടിച്ചെറുതാക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം എടുത്തുനിന്ന് വരും. ഇതുപോലെ തന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യായിരിക്കും എളുപ്പം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലായിട്ടുണ്ടാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The age of father 10 years ago was thrice the age of his son. 10 years hence, father's age will be twice that of his son. The ratio of their percentages. അപ്പോൾ 10 കൊല്ലം മുമ്പുള്ളതും 10 കൊല്ലം ശേഷമുള്ള അവരുടെ ഏജുകളുടെ റേഷ്യോ തന്നിട്ടുണ്ട്. ഒരെണ്ണം ത്രൈസ് 1:3, ഒരെണ്ണം ട്വൈസ് 1:2. എന്തായാലും ഫാദറിനാവില്ല വയസ്സ് കൂടുതൽ സണ്ണും. ഇത് ചേഞ്ച് ഒരേപോലെ അല്ല വന്നിട്ടില്ല. അപ്പൊ ഒരേപോലെ ആക്കാൻ ഇവിടെ 2 ഇവിടെ 1 ഗുണിക്കുകയാണെങ്കിൽ 1:3ഉം 2:4. ഈ റേഷ്യോ ഉള്ള കാരണം നമുക്കറിയാം. 10 കൊല്ലം മുമ്പും 10 കൊല്ലം ശേഷം എന്ന് പറയുമ്പോൾ 20 കൊല്ലാണ്. അപ്പൊ എക്സ് കിട്ടി 20. റേഷ്യോ ഓഫ് ദെയർ പെർസെന്റേജസ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യത്തേൽ ഞാൻ കൊടുക്കുകയാണെങ്കിൽ 20 60 ആണ് അവരുടെ വയസ്സുകൾ. 20 60 ആണ് അവരുടെ വയസ്സുകൾ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 20 60 ആണ് അവരുടെ വയസ്സുകൾ. ഇത് എപ്പോഴത്തെ ആദ്യത്തെ റേഷ്യോയിൽ കൊടുത്താൽ ഇത് കിട്ടുക 10 കൊല്ലം മുമ്പത്തെ അവരുടെ വയസ്സുകളാണ്. നമുക്ക് പെർസെന്റേജ് ആണ് വേണ്ടത്. 10 കൊല്ലം മുമ്പത്തേന്ന് പെർസെന്റേജിലേക്ക് വരുമ്പോൾ എത്ര വയസ്സ് വെച്ച് കൂടും? 10 വയസ്സ് വെച്ച് കൂടും. അപ്പൊ 30 70 ആണ് അവരുടെ വയസ്സുകൾ. റേഷ്യോ പറയുമ്പോൾ 3:7. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ആരുടെയാണ് എടുത്തത് അതിനനുസരിച്ചാണ് റേഷ്യോ കിട്ടുക. അപ്പൊ 7:3. അവിടെ ആദ്യം തന്നിട്ടുള്ളത് ഫാദറിന്റെ ആണ്. അപ്പൊ ഫാദറിന്റെ വേണം ആദ്യം എഴുതാൻ. 7:3 എന്നുള്ളതാണ് ആൻസർ. സണ്ണിന്റെ ആണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. സണ്ണിന്റെ ആദ്യം എടുക്കേണ്ടി വരും. ഇവിടെ ഫാദറിന്റെ ആണ് ആദ്യം പറഞ്ഞല്ലേ.
ഇത് ഫാദറും ഇത് സണ്ണും ആണ്. ഫാദർ ഇത് സണ്ണാണ് നമ്മൾ എടുത്തു പോയിട്ടുള്ളത്. ശ്രദ്ധിച്ചോളാം, അവര് റേഷ്യോ പറയേണ്ടതിൽ ആദ്യം അവര് ഓർഡർ എപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്. ഫാദർ ആണ് ആദ്യം തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഫാദറിന്റെ വേണം ആദ്യം പറയാം, പിന്നെ സണ്ണിന്റെ. 7:3 ആണ് നമുക്ക് എന്ത് കിട്ടുക, റേഷ്യോ. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൽ സംശയം ഉണ്ടാ? ഇല്ല, ക്ലിയർ. വീണ്ടും 23rd question. 4 years ago, the father's age was 3 times the age of his son. The total of the ages of the father and son after 4 years will be 64 years. What is the father's age at present? ഒന്ന് നിങ്ങൾ ചെയ്താൽ നമ്മൾ സിമിലർ പാറ്റേണിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആയി ചെയ്തു നോക്കിയേ. ടോട്ടൽ ഏജസ് ഓഫ് ദി ഫാദർ ആൻഡ് സൺ. അപ്പൊ ആദ്യത്തെ നമുക്ക് 4 കൊല്ലം മുമ്പുള്ള അവരുടെ റേഷ്യോ തന്നിട്ടുണ്ട് 1:3 ആണ്. ഫാദറിന്റെ സണ്ണിന്റെ എക്സും 3x നമുക്ക് എടുക്കാം വേണമെങ്കിൽ. 4 കൊല്ലം മുമ്പത്തെ ഒരു വയസ്സ്. ഈ ടോട്ടൽ ഏജസ് ഓഫ് ദി ഫാദർ ആൻഡ് സൺ ആഫ്റ്റർ 4 years, 4 കൊല്ലം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളിലെ സമ്മാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം 4 കൊല്ലം മുമ്പത്തേന്ന് ഇവരുടെ രണ്ടുപേരുടെയും വയസ്സുകൾ കൂട്ടിയിട്ട് അതിന് 8 വയസ്സ് ഓരോരുത്തർക്ക് കൂടും ഇല്ലേ? 4 കൊല്ലം മുമ്പത്തേന്ന് 4 years agoന്ന് ആഫ്റ്റർ 4 yearsലേക്ക് പോകുമ്പോൾ 8 വയസ്സ് കൂടും, രണ്ടുപേർക്കും കൂടാണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരുടെയും കൂടിയിട്ടുള്ള വയസ്സാണ് നമുക്ക് തന്നിട്ടുള്ള 64 വയസ്സ്. ടോട്ടൽ ഏജസ് അവരുടെ ഫാദറിന്റെ സണ്ണിന്റെ ഏജസ് കൂട്ടിയിട്ടുള്ളത് 4 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ 64 തന്നിട്ടുണ്ട്. അപ്പൊ 4 കൊല്ലം മുമ്പത്തെ റേഷ്യോ ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ എക്സും 3x ആണെങ്കിൽ കൂട്ടിയതിന് ശേഷം 8 വയസ്സ് വെച്ച് രണ്ടുപേർക്കും കൂടും. അതാണ് 64. അപ്പൊ നമുക്ക് കിട്ടി 4x = 64 - 16 48. എക്സ് കിട്ടി 12. നമുക്ക് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദി ഫാദേഴ്സ് ഏജ് അറ്റ് പ്രസന്റ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ് ഫാദറിന്റെ മതി. അപ്പൊ 3x എന്ന് പറഞ്ഞാൽ 3 × 12 36 വയസ്സാണ് ഫാദറിന്. ഇത് 4 കൊല്ലം മുമ്പത്തെ വയസ്സാട്ടാ, ശ്രദ്ധിച്ചോളാം. നമുക്ക് വേണ്ടത് പെർസെന്റേജ് ആണ്. 4 കൊല്ലം മുമ്പത്തെ പെർസെന്റേജിലേക്ക് വരുമ്പോ എത്ര വയസ്സ് കൂടും? 4 വയസ്സ് വെച്ച് കൂടും. അപ്പൊ പെർസെന്റേജ് ഓഫ് ഫാദർ എത്രയാ? ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് ഇവിടെ, നൺ ഓഫ് ദീസ്. സർ, ഇവിടെ ആഫ്റ്റർ 4 years ഫാദറിന് കൊടുത്തിട്ടുണ്ടോ? അത് സണ്ണിന് മാത്രമാണോ? ഇവിടെ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. Four years ago, father's age was 3 times the age of son. ആദ്യത്തെ കേസ്. ടോട്ടൽ ഏജസ് ഓഫ് ദി ഫാദർ ആൻഡ് സൺ ആഫ്റ്റർ 4 years രണ്ടുപേർക്കും ഉണ്ട്. 4 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രണ്ടുപേരും വയസ്സുകളുടെ സമ്മാണ് നമുക്ക് തന്നിട്ടുള്ള 64. ഒരാളുടെ അല്ല, മറ്റേത് അവർ സ്പെഷ്യലി അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫാദർ ആൻഡ് സൺ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ 4 years. രണ്ടുപേർക്ക് അപ്പോ വയസ്സ് കൂടുണ്ട്. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടാ? സർ, നമ്മൾ നേരത്തെ ചെയ്തപ്പോ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ? അതിലും ആൻഡ് വെച്ചിട്ടല്ലേ എഴുതിണ്ടായിരുന്നേ രണ്ടുപേരുടെയും? നേരത്തെ അങ്ങനെയല്ല, അവര് സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് നമ്മളത് അല്ലാണ്ട് ചെയ്ത ക്വസ്റ്റ്യൻ അതെവിടെ പറഞ്ഞിട്ടുണ്ട്. റേഷ്യോ ബിറ്റ്വീൻ ദി A's age 4 years ago and B's age 4 years. ഇതല്ല സർ, ഇതല്ല. ഇവിടെ ഡിഫറൻസ് ഇഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ Q's present age എന്ന് പറഞ്ഞിട്ടുണ്ട് അവര് ആൻഡ് P's age after 6 years എന്ന് സ്പെഷ്യലി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ Q's ആൻഡ് P's percentages are എന്നല്ല പറഞ്ഞേക്കണേ. ഡിഫറൻസ് ബിറ്റ്വീൻ Q's percentage ആൻഡ് P's ഏജ് ആഫ്റ്റർ 6 years എന്ന് തന്നെ ഒരു സ്പെഷ്യലി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ അങ്ങനെ ഒന്നും എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. രണ്ടും കൂടിയിട്ട് 4 കൊല്ലം ശേഷമുള്ള അവരുടെ വയസ്സുകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. റേഷ്യോയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് കിട്ടി 12. എക്സ് 12 കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എക്സ് അല്ല കണ്ടുപിടിക്കണ്ടേ, ഫാദറിന്റെ വയസ്സ് 12 × 3 36 കിട്ടി. അത് റേഷ്യോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അത് എപ്പോഴത്തെയാ? 4 കൊല്ലം മുമ്പാണ് 36 വയസ്സ്. നമുക്ക് ചോദിച്ചിട്ടുള്ളത് പെർസെന്റേജ് ആണ്. 4 കൂട്ടണം, നമുക്ക് ആൻസർ 40 വയസ്സായിട്ട് കിട്ടുക.
നൺ ഓഫ് ദിസ് ആണ് നമ്മുടെ ക്ലിയർ അല്ലേ? വേറെ ഉത്തരം വന്നവരുണ്ടാ? ഇല്ലേ? ഓക്കെ ആണ്. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. 1 year ago Promila was 4 times as old as her daughter Akshi. 6 years since Promila age will exceed her daughter age by 9 years. The ratio of percentages of Promila and her daughter. ഒരു കൊല്ലം മുമ്പ് ഫോർമുലയുടെ 4 ടൈംസ് ആണ് ആരുടെയെങ്കിലും ഡോട്ടർ സാക്ഷിനെങ്കിലും. അപ്പൊ 4x സാക്ഷിയുടെ ഏജ് നമ്മൾ എക്സ് എടുക്കുകയാണെങ്കിൽ ഫോർമുലയുടെ ഏജ് 4x ആണ്. എപ്പോ? ഒരു കൊല്ലം മുമ്പത്തെ അവരുടെ അവസ്ഥയാണ് കേട്ടോ അത് തന്നിട്ടുള്ളത്. പെർസെൻറ്റേജ് അല്ല, ഒരു കൊല്ലം മുമ്പുള്ള സാക്ഷിയുടെ ഏജ് ആണ് നമ്മൾ എക്സ് എടുത്തുള്ള. ഒരു കൊല്ലം മുമ്പുള്ള ഫോർമുലയുടെ ഏജ് 4x. 6 years since 6 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര വയസ്സ് കൂടും? 7 കൊല്ലം കൂടും. ഇതൊരു കൊല്ലം മുമ്പത്തെയാണ് കേട്ടോ, വീണ്ടും ഞാൻ എടുത്ത് പറയണ. അപ്പോ 4x പ്ലസ് ആണ്. 6 years since Formula's age will exceed her daughter's age by 9 years. ഇപ്പോൾ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം എഴുതേണ്ടത് ഫോർമുലയുടെ ഇതാവും. 6 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാവും ഫോർമുലയുടെ ഏജ് വരെ. ഇത് മൈനസ് ഇത് എന്ന് പറയുന്നത് എത്രയാന്ന് തോന്നുന്നുണ്ട്? 9 വയസ്സാന്ന് തോന്നുന്നു. 6 കൊല്ലം കഴിഞ്ഞിട്ടുള്ളത് അവരുടെ ഏജുകൾ. ഫോർമുല ഏജ് വിൽ എക്സീഡ് ഹെർ ഡോട്ടേഴ്സ് ഏജ് ബൈ 9 years. ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ 4x മൈനസ് എക്സ് 3x പ്ലസ് 7x 7 കൊണ്ട് മൈനസ് 7 കൊണ്ട് ക്യാൻസൽ ആയിട്ട് പോകും. ഈക്വൽ ടു 9. അപ്പൊ എക്സ് കിട്ടി 3. അപ്പോൾ എക്സ് 3 ആണെങ്കിൽ 3ഉം 12ഉം ആണ് അവരുടെ വയസ്സുകൾ. ഇത് ഒരു കൊല്ലം മുമ്പാണ്. ഇപ്പോഴത്തെ വയസ്സുകൾ 4ഉം 13ഉം ആണ്. ആദ്യം ഫോർമുലയുടെ ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. റേഷ്യോ കിട്ടിയ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരെ. ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സം ഓഫ് ദി പെർസെൻറ്റേജസ് ഓഫ് എ ഫാദർ ആൻഡ് ഹിസ് സൺ ഈസ് 16 years. 6 years ago. Father's age 5 times the age of his son. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. സം ഓഫ് ദി പെർസെൻറ്റേജ് ഓഫ് ഫാദർ ആൻഡ് സൺ ഈസ് 3 years. 6 years ago father was 5 times the age of his son. After 6 years son's age will be. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോ. പെർസെൻറ്റേജ് ഫാദറിന്റെ സണ്ണിന്റെ തന്നിട്ട് 60. 6 കൊല്ലം മുമ്പ് ഫാദറിന് 6 വയസ്സ് കുറവായിരിക്കും, സണ്ണിനും 6 വയസ്സ് കുറവായിരിക്കും. ഫാദേഴ്സ് ഏജ് വാസ് 5 times the age of son. അപ്പൊ 5 into s minus 6 സണ്ണിന്റെ 6 കൊല്ലം മുമ്പുള്ള. ഇതിന്റെ 5 times ആണ് ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ 6 years സൺസ് ഏജ്. അപ്പൊ ആദ്യം സണ്ണിന്റെ ഏജ് കണ്ടുപിടിക്കേണ്ടി വരും. ഇവിടെ എഫിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 60 minus s എന്ന് കൊടുത്തൂടെ? f equal to 60 minus s. അത് എഫിന് പകരം ഇവിടെ 60 minus s എന്ന് കൊടുക്കുകയാണ്. -6 equal to 5s minus 30. അതും കൂടെ വരുമ്പോൾ 6x equal to 56 plus 30. അല്ലെ 54 plus 30 84 കിട്ടും. എസ് കിട്ടി 84/6 14 കിട്ടി. സണ്ണിന്റെ എസ് എത്രയാന്ന് കിട്ടി? 14 കിട്ടി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സണ്ണിന്റെ പ്രസന്റ് ഏജ് അല്ല, ആഫ്റ്റർ 6 years സൺസ് ഏജ് ആണ്. 6 കൊല്ലം കഴിഞ്ഞ് എത്ര വയസ്സും കൂടി കൂടും? 6 വയസ്സും കൂടി കൂടും. അപ്പൊ 6 കൊല്ലം കഴിഞ്ഞ് സണ്ണിന്റെ ഏജ് എത്രയാ? 20. ധൃതി പിടിച്ചു കഴിഞ്ഞ് 14 ഉത്തരം എഴുതിയ അപ്പൊ തെറ്റുണ്ടോ? ശ്രദ്ധിച്ചോളാം. എന്താണ് അവർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്, അത് വേണം നമ്മളെ ആൻസർ പറയാൻ. ചെയ്തിട്ടുള്ളത് ക്ലിയർ അല്ലേ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.
ക്ലിയർ ആണ്. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The total age of A and B is 12 years more than the total ages of B and C. അപ്പൊ എക്കും ബിക്കും ഉള്ള വയസ്സ് ബിക്കും സിക്കും കൂടിയിട്ടുള്ള വയസ്സിനേക്കാളും 12 വയസ്സ് കൂടുതലാണ്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ വയസ്സ് കൂട്ടിയിട്ട് ബി ഡി സിയുടെ വയസ്സ് കൂട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് തന്നിട്ടുള്ളത് 12 വയസ്സ്. സി ഈസ് ഹൗ മെനി ഇയേഴ്സ് യങ്ങർ ദാൻ എ. സി എന്ന് പറയുന്നത് എനേക്കിൽ എത്ര വയസ്സ് താഴെയാണെന്നാണ് ചോദിച്ചത്. ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബി ക്യാൻസൽ ആയി പോയില്ലേ? അപ്പോ എ പ്ലസ് സി നമുക്ക് 12 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി ഈസ് ഹൗ മെനി ഇയേഴ്സ് യങ്ങർ ദാൻ എ എന്ന് പറയുമ്പോൾ എ ഇതൊന്നുകൂടി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എ മൈനസ് 12 ഈക്വൽ ടു സി. അപ്പൊ എന്ന് 12 വയസ്സ് കുറച്ച് കഴിഞ്ഞാൽ സിയുടെ വയസ്സ് കിട്ടും എന്നാണ് നമുക്ക് ഒന്ന് മനസ്സിലായത് അല്ലേ? അല്ല, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, തെറ്റാൻ സാധ്യത കൂടുതലുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ഇതുവരെ കിട്ടിയിട്ടില്ലേ? സം ഓഫ് ഏജസ് ഓഫ് എ ആൻഡ് ബി നമുക്ക് തന്നിട്ട് 12 വയസ്സ് കൂടുതലാണ് ബിയുടെയും സിയുടെയും വയസ്സിനേക്ക്. അപ്പൊ അത് ആദ്യം എഴുതി, ഇത് എഴുതി. ഇവിടെ ഞാൻ ഇട്ടതിൽ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടണം, അല്ലെങ്കിൽ തെറ്റും. അപ്പൊ ഇവിടുത്തെ സൈൻ ഒന്ന് മാറും. അതാണ് നേരത്തെ ആലോചിക്കുമ്പോൾ ഇവിടെ തെറ്റുപറ്റി. ബി മൈനസ് ബി ക്യാൻസൽ ആയിപ്പോയി, എ മൈനസ് സി ആണ് വരിക. അപ്പൊ അവരുടെ വയസ്സുകളുടെ ഡിഫറൻസ് നമുക്ക് അതിൽ തന്നെ ഉത്തരം കിട്ടി. എയുടെയും സിയുടെയും വയസ്സുകളുടെ ഡിഫറൻസ് എത്രയാണെന്ന് കിട്ടിയത്? 12. അപ്പൊ ഹൗ മെനി ഇയേഴ്സ് സി ഈസ് യങ്ങർ ദാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12. ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരും. രണ്ട് കേസിലും ബി ഉള്ളതല്ല. പിന്നെ ബിക്ക് എന്തായാലും വയസ്സിൽ വ്യത്യാസം, സമ്മിൽ വ്യത്യാസം വരുത്തിക്കില്ല. അപ്പൊ വരുത്തിക്കണമെങ്കിൽ എയുടെയും സിയുടെയും ഡിഫറൻസ് കൊണ്ടാണ് ആ വയസ്സിന്റെ വ്യത്യാസം വന്നിട്ടുള്ളത്. അതിപ്പോ എത്രയാന്ന് കിട്ടി തന്നിട്ടുണ്ട്, 12 തന്നിട്ടുണ്ട്. ഇത് ക്ലിയർ അല്ലേ? ഇവിടെ ഇനി ആ ബ്രാക്കറ്റ് ഇടാൻ മറന്നു കഴിഞ്ഞാൽ ഉത്തരം നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ട് വരുന്നുണ്ട്. ശ്രദ്ധിച്ചോളാം, ബ്രാക്കറ്റ് ഇടാൻ മറന്നു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യുമ്പോൾ തെറ്റും. കാരണം എ മൈനസ് സി ആണ് വരുന്നത്, അല്ലെങ്കിൽ പ്ലസ് വരുമ്പോൾ പിന്നെ അത് വീണ്ടും കോംപ്ലിക്കേഷൻ ആവും. ശ്രദ്ധിച്ചോളാം. വീണ്ടും 27th ക്വസ്റ്റ്യൻ. ക്യൂ ഈസ് ആസ് മച്ച് യങ്ങർ ദാൻ ആർ ആസ് ഹി ഓൾഡർ ദാൻ ടി. Q is as much older than R as he older than T. ആറിനേക്കിലും എത്ര പ്രായം കുറവാണ് ക്യൂക്ക്, അത്ര തന്നെ പ്രായം കൂടുതലാണ് ടീനേക്കിലും. ഇഫ് ദി സം ഓഫ് ഏജസ് ഓഫ് ആർ ആൻഡ് ടി ഈസ് 50, ആറിനും ടിയുടെയും വയസ്സ് കൂട്ടി കഴിഞ്ഞാൽ 50 തന്നെ. വാട്ട് ഈസ് ഡെഫിനറ്റ്ലി ദി ഡിഫറൻസ് ബിറ്റ്വീൻ ആർ ആൻഡ് ക്യൂ? ആറും ക്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇതിന്റെ ഗ്യാപ്പ് ആർ മൈനസ് ക്യൂ എക്സ് ആണെങ്കിൽ നമുക്ക് അവർ തന്നിട്ടുള്ളത് ക്യൂ മൈനസ് ടി എത്ര തന്നെയായിരിക്കും? എക്സ് ആയിരിക്കും. അപ്പൊ ഇതിൽ നമുക്ക് ഒരു കാര്യം ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഈക്വൽ ടു ഇതൂടെ ആർ മൈനസ് ക്യൂ ഈക്വൽ ടു ക്യൂ മൈനസ് ടി. അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാവും. എന്താ? ആർ പ്ലസ് ടി ഈക്വൽ ടു 2Q. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ ക്യൂവിന്റെ വയസ്സ് നമുക്ക് കിട്ടി. എത്രയാ? ആർ പ്ലസ് ടി ഡിവൈഡ് ബൈ 2 ചെയ്താ പോരെ. ആർ പ്ലസ് ടി 50 തന്നിട്ടുണ്ട്. ക്യൂവിന്റെ വയസ്സ് 25. 25 നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ഡെഫിനറ്റ്ലി ദി ഡിഫറൻസ് ബിറ്റ്വീൻ ആർ ആൻഡ് ക്യൂ. ആർ ആൻഡ് ക്യൂ സൈസ്. അപ്പോ നമ്മളൊരു കാര്യം നോക്കി നോക്കാം. എന്തായാലും 25-ന് മേലെയുള്ള ഒരു വയസ്സാവും ആർ എന്ന് പറയുന്നത്. 25 തൊട്ട് 26 തൊട്ട് നമുക്ക് എത്ര വരെ വരാം? 49 വരെ വന്നൂടെ? ടിയുടെ വയസ്സാണെങ്കിൽ 24 തൊട്ട് എത്ര വരെ വരാം? 1 വരെ വരാം. ഇപ്പം കേസ് 0 വന്നാലും തെറ്റില്ല, വയസ്സില്ല എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. ഡിഫറൻസ് നമുക്ക് സമ്മാണ് 50 തന്നിട്ടില്ല. അപ്പൊ ഇത് 50 വരെ വരാൻ തന്നെ എടുത്തു. ഇതിന് താഴെയാവണമെന്ന് പറഞ്ഞിട്ടുള്ളൂ.
ഇൻ കേസ് ഇവിടെ 50 വരികയാണെങ്കിൽ ഇവിടെ 0 വരും. അപ്പൊ അല്ലേ 25 വയസ്സ് ഇവിടെ കൂടുതൽ, ഇവിടെ 25 വയസ്സ് കുറവ്. അപ്പൊ അത്രയും പോസിബിലിറ്റീസ് ഉണ്ട് ആറിനും ടീനും വരാനുള്ളത്. നമുക്ക് വാട്ട് ഈസ് ഡെഫിനറ്റ്ലി ദി ഡിഫറൻസ് ബിറ്റ്വീൻ ആർ ആൻഡ് ക്യൂ. ആറിന്റെ ക്യൂവിന്റെ ഡിഫറൻസ് ഡെഫിനറ്റ്ലി എത്ര വരിക എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഡെഫിനറ്റ്ലി എത്ര വരിക എന്ന് പറയാൻ പറ്റുമോ? ഏതൊക്കെ വരാം? 25 വരാം, 24 വരാം, 23 വരാം, അങ്ങനെ എത്ര വേണമെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം അതിനനുസരിച്ച് ടീനെ മാറ്റിയാൽ മതിയല്ലോ, ക്യൂനെക്കിലും ചെറുതാക്കണം എന്നുള്ളൂ. ഇൻ കേസ് 24 വരികയാണെങ്കിൽ ഇവിടെ 49 ഇവിടെ 1 വരും. അപ്പോഴവരെ കൂട്ടിക്കഴിഞ്ഞാൽ 50, ഡിഫറൻസ് സെയിം വരും. അപ്പൊ പല പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏതാ വരിക? ഡാറ്റ ഇനാഡിക്വേറ്റ് ആണ് നമ്മുടെ ആൻസർ മാർക്കിന്റെ. ഇത് മനസ്സിലായി. ഇൻ കേസ് ഇവിടെ ക്വസ്റ്റ്യൻ ക്യൂയുടെ ഏജ് എത്രയായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരുന്നത് എങ്കിൽ നമുക്ക് ഉത്തരം ഉണ്ട് കേട്ടാ, ശ്രദ്ധിച്ചോളൂ. ഇൻ കേസ് ആ ക്വസ്റ്റ്യൻ അതിൽ ക്വസ്റ്റ്യൻ ക്യൂസ് ഏജ് എത്രയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഡാറ്റ ഇനാഡിക്വേറ്റ് അല്ല, അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആ ആറിന്റെ ക്യൂന്റെ ഡിഫറൻസ് കുറെ പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം ഡാറ്റ ഇനാഡിക്വേറ്റ്. സംഭവം പറഞ്ഞത് ക്ലിയർ അല്ലേ? ഇൻ കേസ് ഇവിടെ 50 വരികയാണെങ്കിൽ ഇവിടെ 0, അപ്പോൾ വരെ രണ്ടുപേരും ഗ്യാപ്പ് സെയിം ആണ്, ആർ പ്ലസ് ടി 50 വന്നു. ഇപ്പൊ ഇൻ കേസ് ഇവിടെ 49 ഇവിടെ 1 എടുക്കുകയാണെങ്കിൽ ഗ്യാപ്പ് 24 സെയിം ആണ്, കൂട്ടിക്കഴിഞ്ഞാൽ 50. അതിനനുസരിച്ച് ഇവിടെ 48 ആണെങ്കിൽ ഇവിടെ 2, അതിനനുസരിച്ച് വന്നാൽ മതി വാല്യൂ. ക്യൂനേക്കിലും വലുതാവണം, ആറ് ചെറുതാവണം, ടി എന്നുള്ളൂ. അപ്പൊ കുറെ പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഏതാണെന്ന് പറയാൻ പറ്റില്ല. ഡാറ്റ ഇൻഡിക്കേറ്റ് നമ്മുടെ ആൻസർ. വീണ്ടും 28th ക്വസ്റ്റ്യൻ. ദി ഏജസ് ഓഫ് എ മാൻ ഈസ് 3 times the sum of the ages of his two sons. രണ്ട് സൺസ് ഉണ്ട്, അവരുടെ സണ്ണിന്റെ ഏജുകളുടെ സമ്മിന്റെ 3 times ആണ് ഒരാളുടെ വയസ്സ് വന്നിട്ടുള്ളത്. 5 years hence his age will be double of the sum of the ages of the father's present age. അപ്പൊ 2 സൺസ് ഉണ്ട്. അപ്പൊ അവരുടെ വയസ്സുകളുടെ സമ്മിന് ഞാൻ എസ് എന്ന് കൊടുത്തു, സം. അപ്പോ 3 times, അതിന്റെ 3 times ആണ് ആദ്യം അമ്മേന്റെ വയസ്സ്, ഫാദറിന്റെ വയസ്സ്. 1:3 ആണ് അവരുടെ റേഷ്യോ. സമ്മിന്റെ റേഷ്യോ ആണ് കേട്ടോ, എന്നാലും കുഴപ്പമില്ല. 5 years hence എന്താണ് പറഞ്ഞേക്കണേ? ഏജ് വിൽ ബി ഡബിൾ ദി സം ഓഫ് ദി ഏജസ് ഓഫ് 1:2 ആണ്. ഇത് ഫാദർ സൺ. ഇവിടെ 2s എന്ന് പറയുന്നതാണ് സം ഓഫ് ഫാദറിന്റെ വയസ്സ്. 5 years hence ആണ്, ശ്രദ്ധിച്ചോളാം. അപ്പൊ 5 years hence എന്ന് പറഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞ. ഇവിടെ 10 വയസ്സ് കൂടും, അല്ലെങ്കിൽ എടുക്കണത് തെറ്റുണ്ടോ? 10 കൊല്ലം കഴിഞ്ഞ 10 വയസ്സ് കൂടും, ഇവിടെ 5 വയസ്സ് കൂടുള്ളൂ. അവര് 2 പേരില്ലേ, ശ്രദ്ധിച്ചോളാം. ഫാദേഴ്സ് പെർസെന്റേജസ്. അപ്പൊ ഞാൻ നോർമൽ രീതിയിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. എഫിന് പകരം 3s കൊടുത്തു കഴിഞ്ഞാൽ 3s പ്ലസ് 5 ഈക്വൽ ടു 2s പ്ലസ് 10. ഞാൻ ചെയ്തതിലൊരു ചെറിയ തെറ്റല്ല, വലിയ തെറ്റുണ്ട്. ഒന്നുകൂടി ഞാൻ അവിടെ അപ്ലൈ ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചോ. നമുക്ക് നോർമൽ അപ്രോച്ച് ആദ്യം നോക്കാം. കാരണം ഇവിടെ റേഷ്യോയില് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഒരാൾക്ക് 5 വയസ്സാണ് വ്യത്യാസമുള്ളത്, ഒരാൾക്ക് ഒരു സൈഡിൽ 10 വയസ്സ് വ്യത്യാസം ഉണ്ട് ഒരുമിച്ച് എടുക്കുമ്പോൾ. അപ്പൊ സൺസിന്റെ ഏജിന്റെ സം തന്നെ അപ്ലൈ ചെയ്തിട്ട് ചെയ്യണതായിരിക്കും എളുപ്പം. ഓരോരുത്തരും ഇട്ടിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് സണ്ണിന്റെ ഏജിന്റെ സം ആണ് എസ് എന്ന് കൊടുത്തുള്ള അതിന്റെ ത്രൈസ് ആണ്. ആദ്യത്തെ കേസിൽ ഈ 5 years hence ഫാദറിന് 5 വയസ്സ് വെച്ച് 5 കൂടും. സണ്ണിനാണെങ്കിൽ 3s സണ്ണിനാണെങ്കിൽ എസ് പ്ലസ് 10 കൂടും, 2 പേരില്ലേ. അപ്പോഴത്തെ അവരുടെ ഏജിന്റെ ഇരട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഫാദറിന്റെ 5 വർഷം കഴിഞ്ഞിട്ടുള്ള ഏജ്. അപ്പോഴത്തെ അവരുടെ ഏജ് സമ്മാണ് കേട്ടോ എടുത്തിട്ടുള്ള എസ് എന്ന് പറയുന്നത്. സം ഓഫ് ഏജസ് ഓഫ് 2 sons ആണ് എസ് കൊടുത്തിട്ടുള്ള. ഒരു സണ്ണിന്റെ ഏജ് അല്ല, ശ്രദ്ധിച്ചോളാം. ഈക്വൽ ഒന്നല്ല അവരുടെ വയസ്സുള്ളത്, കാരണം നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എസ് സം ഓഫ് ദി ഏജസ് ഓഫ് 2 sons എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള. എസ് സോൾവ് ചെയ്തു. സം ഓഫ് ഏജസ് 2 sons എസ് കൊടുക്കുകയാണെങ്കിൽ 5 വർഷം മുമ്പ് കഴിഞ്ഞിട്ട് വരുമ്പോ 2 പേർക്ക് 5 വയസ്സ് കൂടുമ്പോ 10 വയസ്സ് കൂടും. അങ്ങനെ ഉള്ള അവരുടെ വയസ്സ് എന്ന് പറയുന്നത് അപ്പോഴത്തെ ഫാദറിന്റെ ഏജിന്റെ ഇരട്ടിയാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഫിന് പകരം 3s കൊടുക്കുകയാണ്. 3s പ്ലസ് 5 ഈക്വൽ ടു
2s plus 20. അത് നമുക്ക് കിട്ടി s equal to 15. അപ്പൊ സണ്ണിന് സം ഓഫ് ദയർ ഏജസ് സൺസിന്റെ രണ്ട് സൺസിന്റെ ഏജ് 15 എന്ന് കിട്ടി. അപ്പൊ ഫാദറിന്റെ ഏജ് 15 × 3 45 വയസ്സാണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇത് സം ഓഫ് ഏജസ് തന്നെ എടുത്തിട്ട് ചെയ്യണം, അല്ലാണ്ട് അതിന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരാളുടെ ഒരു സണ്ണിന് ഇത്ര ഒരു സണ്ണിന് ഇത്ര എന്ന് വെച്ചിട്ട് ചെയ്തിട്ട് നമുക്കിത് സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റില്ല. ശ്രദ്ധിച്ചോളൂ. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സം ഓഫ് ഏജസ് ഓഫ് ഫാദർ ആൻഡ് സൺ ഈസ് 45 years. പ്ലസ് എസ് തന്നിട്ടുണ്ട് 45 years. 5 years ago the product of their ages തന്നിട്ടുണ്ട്. അപ്പൊ 5 കൊല്ലം മുമ്പ് എന്ന് പറയുമ്പോ ഫാദറിന് 5 വയസ്സ് പറയും, സണ്ണിനും 5 വയസ്സ് പറയും. അപ്പോൾ ഉള്ള അവരുടെ വയസ്സുകളുടെ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട് 34. സം ഏജസ് ഓഫ് ദി സൺ ആൻഡ് ദി ഫാദർ വാസ് റെസ്പെക്റ്റീവ്ലി. അപ്പൊ ഫാദറിന്റെയും സണ്ണിന്റെയും പെർസെന്റേജസ് കാണും. അപ്പൊ ഇതില് ഏതെങ്കിലും ഒരെണ്ണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. സിംഗിൾ വേരിയബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എഫിന് പകരം 45 മൈനസ് എസ് കൊടുക്കുകയാണെങ്കിൽ 45 മൈനസ് എസ് അല്ലെ ഈക്വൽ ടു 45 മൈനസ് കൊടുക്കുകയാണെങ്കിൽ -5 ഇൻറ്റു എസ് -5 ഈക്വൽ ടു 34. ചെയ്യുമ്പോൾ 40 മൈനസ് എസ് ഇൻറ്റു എസ് -5 ഈക്വൽ ടു 34. ശരിയില്ല. ഇപ്പൊ ഇത് ചെയ്യേണ്ടി വരും 40s പ്ലസ് -200 മൈനസ് എസ് സ്ക്വയർ പ്ലസ് 5s. അപ്പൊ എ ഇൻറ്റു ബി എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി എന്നുള്ള പാറ്റേണിലാണ്. അപ്പൊ 40 ഇൻറ്റു എസ് 40s, 40 ഇൻറ്റു -5 -200 മൈനസ് എസ് ഇൻറ്റു എസ് മൈനസ് എസ് സ്ക്വയർ മൈനസ് എസ് ഇൻറ്റു -5 എന്ന് പറയുമ്പോൾ പ്ലസ് 5x ഈക്വൽ ടു 34. ഒന്നുകൂടെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എസ് സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ഇത് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്താവും 40s പ്ലസ് എസ് പ്ലസ് 45s. ഇതിങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും, -234 ഈക്വൽ ടു 0. മൈനസ് കൊണ്ട് ഗുണിക്കുകയാണ്. എസ് സ്ക്വയർ മൈനസ് 45s പ്ലസ് 234 ഈക്വൽ ടു 0. ഗുണിക്കുമ്പോൾ 234. നല്ലൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. ഇത് സോൾവ് ചെയ്യുമ്പോൾ തന്നെ വരും. ഗുണിക്കുമ്പോൾ 324 അതിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ സം എന്ന് പറയുന്നത് -45 വരേണ്ടത്. ഇത് എഴുതുമ്പോ ഇവിടെ 4 വരുമ്പോ തന്നെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഇവിടെ പ്ലസ് ആണല്ലോ, അപ്പൊ രണ്ട് ടേംസും മൈനസിലാവും വരിക. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോ സമ്മ് 5 വരുന്ന ടേമുകള് 6ഉം 9ഉം മാത്രമാണ് 5 വരുന്നതുള്ളൂ. കുടിക്കുമ്പോൾ 4 യൂണിറ്റ് പ്ലേസ് വരുന്നത്. ധൈര്യപൂർവ്വം ഗസ് ചെയ്യാം. 6ഉം 9ഉം വരുന്ന കേസ് ഇവിടെ ഓപ്ഷനിൽ 2 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. വേറെ സാധ്യതകളില്ല. കാരണം 7ഉം 8ഉം ഗുണിച്ചു കഴിഞ്ഞ് നമുക്ക് 4 അല്ല യൂണിറ്റ് പ്ലേസിൽ 6ആണ്. 1ഉം 4ഉം അല്ലെ സമ്മ നമുക്ക് തന്നിട്ടുണ്ടല്ലോ 45. അപ്പൊ വേറെ സാധ്യതകളില്ല. 5 സമ്മ് കിട്ടണം. 7ഉം 8ഉം ഗുണിച്ചു കഴിഞ്ഞാൽ 6ആണ് യൂണിറ്റ് പ്ലേസിൽ വരെ. അപ്പൊ അത് വരില്ല. ഇവിടുത്തെ സമ്മ് 45 ആണല്ലോ. സമ്മ് 45ഉം ഗുണിക്കുമ്പോ 6ഉം വരില്ല. അപ്പൊ പിന്നെ 7ഉം 32 സാധ്യത ഇല്ല. 11ഉം 34 ആണെങ്കിൽ അവിടെയും 4 വരെ യൂണിറ്റ് പ്ലേസ്. പക്ഷെ 11 × 34 എന്ന് പറയുമ്പോൾ 300 മേലെ വരും. ഇതെന്തായാലും വരില്ല. 7 × 38 പറയുമ്പോ 7 × 40 ഇതും അല്ല. ഇത് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാവും നല്ലത്. അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ കോംപ്ലിക്കേഷൻ ഡൗട്ട് വരാൻ സാധ്യത കൂടുതലാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ ചെയ്യാം. ഒരു മാർഗം -b ± √b² - 4ac/2 അതിലേക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് ഒന്ന് ജസ്റ്റ് നമ്പേഴ്സ് ഇട്ടിട്ട് വെരിഫൈ ചെയ്യണതായിരിക്കും നല്ലത്. ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ ഓപ്ഷനിൽ നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ,
ഇപ്പൊ ഇതിൽ സണ്ണിന്റെ ഏജ് എന്നിട്ട് നമുക്ക് കിട്ടുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫാദറിന്റെ ഏജ് അല്ല, ശ്രദ്ധിച്ചോളാം. ഓക്കെ, അപ്പൊ സണ്ണിന്റെ ഏജ് 6 ഇവിടെ വരുമെന്ന് നോക്കാം. അപ്പൊ 6 എടുക്കുകയാണെങ്കിൽ 6 × 39, 6 × 40 240 വരുന്നുണ്ട് ഇല്ലേ? 240 ഒരു 6 കുറച്ച് കഴിഞ്ഞാൽ 39, 6 × 39. അപ്പോ സണ്ണിന്റെ ഏജ് 6 വരാനുള്ള ഒരു സാധ്യതയുണ്ട്, പിന്നെ അല്ലെങ്കിൽ 39. പക്ഷെ സണ്ണിന്റെ ഏജ് 39 വരികയാണെങ്കിൽ നമുക്കിവിടെ ഫാദറിന്റെ ഏജ് സണ്ണിന്റെ ഏജിനെങ്കിലും കുറവ് വരേണ്ടി വരും. കാരണം കൂട്ടിക്കഴിഞ്ഞ് 45 ആണല്ലോ അവർ രണ്ടുപേരും വയസ്സ്. അത് ലോജിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ സണ്ണിന്റെ ഏജ് എന്തായാലും എന്ത് വരില്ല, 39 വരില്ല. ഒരു സാധ്യത അപ്പൊ എലിമിനേറ്റ് ആയി. പിന്നെ ഏതാ സാധ്യതയുള്ള വരാൻ? സണ്ണിന്റെ ഏജിന് 6 വരാൻ സാധ്യതയുള്ളത്. അപ്പൊ സണ്ണിന്റെ ഏജ് 6 വരും, ഫാദറിന്റെ ഏജ് 39 വരും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ -b +or - √b² - 4ac/2 നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് ഉത്തരത്തേക്ക് എത്താം. എന്തായാലും ഇത് ഇക്വേഷനിലേക്ക് എത്തും. ഇക്വേഷൻ ഇല്ലാണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ചെയ്തത് മനസ്സിലായിട്ടുണ്ടാ? ഇൻ കേസ് ഓപ്ഷൻ നോക്കുമ്പോഴാവും കുറച്ചുകൂടി ഫാസ്റ്റിൽ കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് സോൾവ് ചെയ്യാൻ നിൽക്കാണ്ടിരുന്നത്. അത് വെച്ച് സോൾവ് ചെയ്താലേ ആൻസർ കിട്ടും. ചെയ്തത് മനസ്സിലായിട്ടുണ്ടാ? ഡൗട്ട് ഉണ്ടാ? മനസ്സിലായി. എഴുതിയാലെ സ്റ്റെപ്പുകളൊക്കെ ക്ലിയർ അല്ലേ? ഈ ലാസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഓപ്ഷനിൽ ചെയ്യായിരിക്കും എളുപ്പം, അല്ലെങ്കിൽ നമുക്ക് സമയം കൂടുതൽ പോകും. വെരിഫൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കി അതിൽ തന്നെ കിട്ടി. ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക. കുടിച്ചു നോക്കിയാൽ മതിയല്ലോ. പിന്നെ എപ്പോഴും നമുക്കറിയാം സണ്ണിന്റെ ഏജ് ഓഫ് ദി സൺ ആൻഡ് ദി ഫാദർ എന്നാ പറഞ്ഞിട്ടില്ല. അപ്പൊ ആദ്യം എഴുതേണ്ടത് സണ്ണിന്റെ ഏജ് ആണ്, പിന്നെയാണ് ഫാദറിന്റെ എഴുതേണ്ടത്. അത് നമുക്ക് ബ്രെയിനിൽ വേണം. ആദ്യത്തെ ആവും എപ്പോഴും കുറവ് വരേണ്ടത്. പിന്നെ ശ്രദ്ധിക്കുക, എപ്പോഴും സണ്ണിനെ ആവില്ല ഫാദറിനേക്കാൾ ഏജ് കുറവ് വരിക. അപ്പൊ 39 6 രണ്ട് പോസിബിലിറ്റി സണ്ണിന് വരും. നമുക്ക് 39 എന്തായാലും വരില്ല, കാരണം ഇത് രണ്ടുപേരും വയസ്സ് കൂട്ടി 45 തന്നിട്ടുണ്ട്. അപ്പൊ ഫാദറിന് 6 വയസ്സും സണ്ണിന് 39 വയസ്സും വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ടാമത്തെ പോസിബിലിറ്റിക്ക് സാധ്യത. മനസ്സിലായി? ബാക്കിയുള്ളതൊക്കെ എലിമിനേഷനിൽ എലിമിനേറ്റ് ആയിക്കോളും. ഇൻ കേസ് ഓപ്ഷൻ തിരിച്ചിട്ടാണ് തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ അത് -b ഇട്ടിട്ട് ചെയ്തു നോക്കും. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, രാജൻ ഗോട്ട് മാരീഡ് 8 years ago. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 8 വർഷം മുമ്പാണ് രാജൻ കല്യാണം കഴിഞ്ഞത്. ഹിസ് പ്രസന്റ് ഏജ് ഈസ് 6/5 times ഹിസ് ഏജ് അറ്റ് ദി ടൈം ഓഫ് ഹിസ് മാരേജ്. പ്രസന്റ് ഏജിന്റെ രാജന്റെ ഏജ്, പ്രസന്റ് രാജന്റെ ഏജ് എന്ന് പറയുന്നത് 6/5 times ഓഫ് ഹിസ് ഏജ് അറ്റ് ദി ടൈം ഓഫ് ഹിസ് മാരേജ്. അപ്പൊ മാരേജിന്റെ സമയത്തിന്റെ രാജന്റെ ഏജ് 6 എടുക്കുകയാണെങ്കിൽ അതിന്റെ 6/5 ആണ് രാജന്റെ പെർസെന്റേജ് ആയ x എന്ന് എടുത്തു. രാജന്റെ പെർസെന്റേജിന് നമ്മൾ x കൊടുത്തു. അതെന്ന് പറയുന്നത് രാജന്റെ കല്യാണം കഴിക്കുന്ന ഏജ് 6 എടുക്കുകയാണെങ്കിൽ അതിന്റെ 6/5 ടൈംസ്. രാജൻ സിസ്റ്റർ വാസ് 10 years younger to him at the time of his marriage. അത് കല്യാണം കഴിക്കുന്ന സമയത്ത് 10 വർഷം താഴെയാണെന്ന് പറഞ്ഞാലും ഇപ്പോഴും എത്ര തന്നെയാവും വയസ്സ്? 10 വയസ്സ് തന്നെയാണ് താഴെ വരിക. മരിക്കുന്നിടത്തോളം അവരുടെ വയസ്സിന്റെ ഗ്യാപ്പ് എത്ര തന്നെയാണ്? 10 വയസ്സ് തന്നെയാണ്. നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ ആദ്യം രാജന്റെ വയസ്സ് കണ്ടുപിടിച്ചിട്ട് രാജന്റെ സിസ്റ്ററിന്റെ വയസ്സാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 10 കുറയ്ക്കേണ്ടി വരും രാജന്റെ സിസ്റ്ററിന്റെ വയസ്സ് കിട്ടാൻ. അപ്പൊ രാജന്റെ പെർസെന്റേജ് കാണാൻ വല്ല റിലേഷൻ ഉണ്ടാ? കല്യാണം കഴിച്ചിട്ടുള്ളത് 8 കൊല്ലം മുമ്പാന്ന് തന്നിട്ടുണ്ട്. അപ്പോ ഇത് രണ്ട് റിലേഷൻ വെച്ച് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോ സിംഗിൾ വേരിയബിളിലേക്ക് നമ്മളിത് മാറ്റണം. അപ്പോ രാജന്റെ വയസ്സ്, പ്രസന്റ് വയസ്സ് x എടുക്കുകയാണെങ്കിൽ 6/5 ടൈംസ്. അപ്പൊ അവരുടെ വയസ്സിന്റെ ഗ്യാപ്പ് നമുക്ക് എടുത്തിട്ട് ചെയ്യേണ്ടത്. ഞാൻ വേരിയബിൾ ഒക്കെ ഒന്ന് മാറ്റിണ്ട്. രാജന്റെ പ്രസന്റ് വയസ്സ് x എടുത്തു. അതിന്ന് രാജൻ കല്യാണം കഴിക്കുമ്പോഴത്തെ വയസ്സ്. അപ്പൊ കല്യാണം കഴിക്കുമ്പോഴത്തെ വയസ്സ് x എടുക്കാവും നല്ലത്. മാരേജിന്റെ ടൈമിലെ മാരേജ് ടൈം രാജന്റെ x എടുത്തു. ഇപ്പൊ വയസ്സ് കൂടിയിരിക്കണം. അപ്പൊ എക്സിന്റെ 6/5 ടൈമാണ് ഇപ്പോഴത്തെ രാജന്റെ ഏജ്.
ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട്. എത്ര വയസ്സാ? 8 കൊല്ലം മുമ്പാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഈ 2 വയസ്സുകൾ തമ്മിലുള്ള രാജന്റെ വ്യത്യാസം 8 തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്ന് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? എക്സ് കണ്ടുപിടിക്കേണ്ടി വരും. എക്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പിന്നെ രാജന്റെ ഏജ് കിട്ടും. അതൊന്ന് രാജന്റെ സിസ്റ്ററിന്റെ ഏജിലേക്ക് മാറ്റാൻ പറ്റും. എക്സ് എന്ന് പറയുന്നത് മാരേജ് ടൈമിലെ രാജന്റെ ഏജ് ആണ് കേട്ടോ. ശ്രദ്ധിച്ചോളം വീണ്ടും. പ്രസന്റ് അല്ല, ഓപ്ഷനിൽ ഉണ്ടാവുക പെർസെന്റേജ് ഓഫ് ദി സിസ്റ്റർ ആവും ഉണ്ടാവുക. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാം 6/5 x മൈനസ് എക്സ് ഇവിടെ ഇൻറ്റു 5/5 ചെയ്യും. x/5 x/5 എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 8x കിട്ടി 40. കല്യാണം കഴിക്കുമ്പോൾ രാജന് 40 വയസ്സാണ്. കുറച്ച് പ്രായമായിട്ട് കല്യാണം കഴിച്ച ആളാണ്. കല്യാണം കഴിക്കുമ്പോൾ അപ്പൊ ഇപ്പൊ രാജന് എത്ര വയസ്സാവും? 48 വയസ്സാവും. രാജന്റെ സിസ്റ്ററിന് അപ്പൊ എത്ര വയസ്സാവും? 10 വയസ്സ് കുറവ്. 38 വയസ്സാവും രാജന്റെ സിസ്റ്ററിന് പ്രസന്റ്ലി. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 38 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇത് മനസ്സിലായിട്ടുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് ഈ രാജന്റെ ഏജ് വെച്ചിട്ട് തന്നെ നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. രാജന്റെ ഏജ് വെച്ചിട്ട് തന്നെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ സാധാരണ പ്രോബ്ലംസ് ഓൺ ഏജിൽ നമുക്ക് ഇത്രയും റിലേഷൻ ആണ് വരാറുള്ളത്. പിന്നെ നമ്മൾ പ്രോബ്ലംസ് ഓൺ റേഷ്യോ അല്ല, ഏജസ് അല്ല, പ്രോബ്ലംസ് ഓൺ ഏജിന്റെ ക്വസ്റ്റ്യൻസ് പിന്നെ നമ്മൾ കാണാം റേഷ്യോയില് കാണും, ആവറേജിലും കാണും. അപ്പൊ ആവറേജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആവറേജിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് 1-2 എന്തായാലും അവിടെ കണ്ടിട്ടുണ്ടാവും. അത് നമുക്ക് പ്രോബ്ലംസ് ഓൺ ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ, ഏജസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ കുറെ ആവറേജിലും കാണാം. ഇതിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ആവറേജിന്റെ ക്വസ്റ്റ്യൻ ഇതിൽ ചെയ്തിട്ടില്ല. അത് നമ്മൾ ആവറേജ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്യും. ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്കസ് ചെയ്യും. അല്ലാണ്ട് ഈ പ്രോബ്ലംസ് ഓൺ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിതിൽ കവർ ചെയ്ത് പോയിട്ടുണ്ട്.